നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് IC എഞ്ചിൻ്റെ ബാക്കിയുള്ള ഭാഗവും റെഫ്രിജറേഷനുമാണ്. ഓക്കെ, അപ്പോൾ IC എഞ്ചിൻ്റെ ബാക്കിയുള്ള ഭാഗവും റെഫ്രിജറേഷനും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ആക്കും. സോ ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ടത് IC എഞ്ചിൻ്റെ കുറച്ച് ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ബാക്കിയുള്ള ഭാഗത്തിലോട്ട് പോവുകയാണ്. എന്താണ് മീൻ എഫക്റ്റീവ് പ്രഷർ? മീൻ എഫക്റ്റീവ് പ്രഷർ എന്ന് പറഞ്ഞാൽ ഇതൊരു ഡയഗ്രാം ആണല്ലോ, നമ്മുടെ ഒരു PV ഡയഗ്രാം ഫോർ എ സൈക്കിൾ, ഒരു IC എഞ്ചിൻ സൈക്കിളിൻ്റെ ഒരു ഡയഗ്രാം. ഈ ഡയഗ്രത്തിന് ഒരു ഏരിയ ഉണ്ടാവുമല്ലോ, തീർച്ചയായിട്ടും ഇത് ഒരു ഏരിയ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഏരിയ എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? ആ ഒരു ഫുൾ സൈക്കിൾ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്, ആ ഒരു സിസ്റ്റം, ആ ഒരു സൈക്കിളിൽ ചെയ്യുന്ന വർക്കിനെ സൂചിപ്പിക്കുന്നതാണ്. വളരെ സിമ്പിളാണ്. ആ ഏരിയ ഓഫ് PV ഡയഗ്രാം ഓഫ് ആക്റ്റീവ് സൈക്കിൾ എന്ന് പറയുന്ന ആ ഒരു വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം എന്തിന് ഈക്വലൻ്റ് ആവണമെന്ന് അറിയാമോ? നമ്മുടെ സ്വെപ്റ്റ് വോളിയം ഉണ്ടല്ലോ, സിലിണ്ടറിന്റെ സ്വെപ്റ്റ് വോളിയം. അപ്പം ഒരു പർട്ടിക്കുലർ സിലിണ്ടറിന് ഒരു സ്വെപ്റ്റ് വോളിയം ആയിരിക്കും. ആ ഒരു പർട്ടിക്കുലർ സ്വെപ്റ്റ് വോളിയം, ഓക്കെ, ആ ഒരു പർട്ടിക്കുലർ സ്വെപ്റ്റ് വോളിയം ഇൻറ്റു സം പ്രഷർ ആയിട്ട് നമുക്ക് ആ വാല്യൂ കിട്ടും. അതായത് ഈ ഒരു ഏരിയ ഓഫ് PV ഡയഗ്രം എന്ന് പറയുന്ന ആ ഒരു വർക്ക് ഡണ്ണിനെ നമുക്ക് ഈ സ്വെപ്റ്റ് വോളിയത്തിന് ഏതോ ഒരു നമ്പർ വെച്ച് മൾട്ടിപ്ലൈ, ആ നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ കോൺസ്റ്റന്റ് പ്രഷർ ആയിരിക്കും ഇൻ ദിസ് ഫിഗർ. നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പം ഈ ഒരു ഫുൾ സംഭവത്തിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ വർക്കാണ്. ആ വർക്ക് നമ്മുടെ സ്വെപ്റ്റ് വോളിയം ഇൻറ്റു എന്ത് കോൺസ്റ്റന്റ് പ്രഷർ വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്, ആ പ്രഷറിനെ വിളിക്കുന്ന പേരാണ് മീൻ എഫക്റ്റീവ് പ്രഷർ. It is hypothetical or imaginary constant pressure which gives same work as of actual cycle for the same swept volume, that is same size of the engine. അതാണ് നമുക്ക് മനസ്സിലാവുന്ന മീൻ എഫക്റ്റീവ് പ്രഷർ എന്ന് പറയുന്ന ആസ്പെക്ട്. ഈ ഒരു ആസ്പെക്ട് പല ആളുകൾക്കും സിമ്പിൾ ആയിട്ട് അറിയായിരിക്കും, ഇത് ചെറുതായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് അറിയായിരിക്കും. ചോദിക്കുന്ന ചോദ്യം പക്ഷേ ഇങ്ങനെയായിരിക്കും. അതിന് ഫോർമുലാസ് തന്നെയാണ് ആവശ്യം. ദാ ഓട്ടോ സൈക്കിളിന് രണ്ട് മീൻ എഫക്റ്റീവ് കണ്ടുപിടിക്കുന്ന രണ്ട് ഫോർമുലയാണ്. ഒന്ന് ഓവറോൾ എഫിഷ്യൻസി ഇൻറ്റു ഡെൽറ്റ പി ഹീറ്റ് അഡിഷൻ. ഹീറ്റ് അഡിഷൻ സമയത്ത് കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് എന്നറിയാം. ആ സമയത്ത് ഉണ്ടാകുന്ന പ്രഷറിന്റെ ചേഞ്ച് ഡിവൈഡ് ബൈ R-1, ഓക്കെ, ഇൻറ്റു ഗാമ -1. എല്ലാ കോൺസ്റ്റന്റ് നമുക്ക് അറിയാവുന്നതാണ്. ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെ പറ്റിയ പ്രഷർ കിട്ടും വരുന്നത്. ഇനി നമുക്ക് ആ ഒരു ഓട്ടോ സൈക്കിളിന്റെ നാല് പോയിന്റ്സ് തന്നേക്കോ, പ്രഷറിന്റെ 4 പോയിന്റ്സ് തന്നേക്കോ, P3, P4, P1, P2 തന്നേക്കോ എന്ന് വയ്ക്കുക. ആ കേസിൽ നമുക്ക് മീൻ എഫക്റ്റീവ് പ്രഷർ കണ്ടുപിടിക്കണമെങ്കിൽ P3 മൈനസ് RP4 മൈനസ് P2 മൈനസ് RP1 ഡിവൈഡ് ബൈ R-1 ഇൻറ്റു ഗാമ -1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അതിന്റെ വാല്യൂ ഒക്കെ നമുക്ക് ഓൾറെഡി അറിയാം, ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇനി അപ്പോൾ അത്രയാണ് നമുക്ക് മീൻ എഫക്റ്റീവ് പ്രഷറിനെ പറ്റി സംസാരിക്കാനുള്ളത്. ഇനി നമുക്ക് രണ്ട് സൈക്കിൾസ് കൂടെ പഠിക്കാനുണ്ട്, ലെനോയ് സൈക്കിളും അറ്റ്കിൻസൺ സൈക്കിളും. ഓക്കെ, ഇതിനകത്ത് എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ ലെനോയ് സൈക്കിളിൽ, ഓക്കെ, പ്രധാനമായിട്ടും പൾസ് ജെറ്റ് എഞ്ചിൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഹീറ്റ് അഡീഷൻ ഉണ്ട്, അത് കോൺസ്റ്റന്റ് വോളിയത്തിലായിരിക്കും. ഓക്കെ ഓക്കെ ഹീറ്റ് പുറത്തെടുക്കുന്നത് കോൺസ്റ്റന്റ് പ്രഷറിലായിരിക്കും. അത് ഓക്കെ അല്ലേ? ഓക്കെ, വർക്ക് ഡൺ ചെയ്യുന്നത് ഒരു ഐസെൻട്രോപിക് പ്രോസസ്സിലും ആയിരിക്കും. ഈ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് ലെനോയ് സൈക്കിളിലുള്ളത്. ഹീറ്റ് അഡിഷൻ കോൺസ്റ്റന്റ് വോളിയം, ഹീറ്റ് റിജക്ഷൻ കോൺസ്റ്റന്റ് പ്രഷർ, ഐസെൻട്രോപിക് പ്രോസസ്സിലായിരിക്കും വർക്ക് ഡൺ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പം അങ്ങനെയുള്ള ഒരു സൈക്കിളാണ് ലെനോയ് സൈക്കിൾ നിർമ്മിക്കുന്നത്. അതിന്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള ഫോർമുല 1 മൈനസ് Q ഔട്ട് ഡിവൈഡ് ബൈ Q ഇൻ ആണ്. ഓക്കെ, ആ Q ഔട്ട് എന്ന് പറയുന്ന സാധനം നമുക്കറിയാം CP, കാരണം അത് കോൺസ്റ്റന്റ് പ്രഷർ ആയതുകൊണ്ട് CP ഇൻറ്റു T3 മൈനസ് T1. മറ്റേത് CV ഇൻറ്റു T2 മൈനസ് T1 ആണ് Q ഇന്നിന് വരുന്നത്. CP ബൈ CV ഗാമയാകും, അതുകൊണ്ട് 1 മൈനസ് ഗാമ ഇൻറ്റു T3 മൈനസ് T1 ഡിവൈഡ് ബൈ T2 മൈനസ് T1 എന്ന് നമുക്ക് ഈ ഒരു സംഭവം നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, അതൊരു ഫോർമുല. മറ്റൊരു ഫോർമുലയും കൂടെ ഉണ്ട്. എന്താണ് ആ ഫോർമുല? ഈറ്റ L is equal to 1 minus gamma into RP raised to 1 by gamma minus 1 divided by RP minus 1. അടുത്ത ഫോർമുല RPP2 by P1 ആണ്. 1 minus gamma into RP raised to 1 by gamma minus 1 divided by RP minus 1. ഓക്കെ, ഫോർമുലാസ് ആണ്, നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഫോർമുലാസ് ആണ് ഈ ചാപ്റ്റർ ഇനി അങ്ങോട്ട് വരാൻ പോകുന്നതല്ല. അപ്പോൾ അത് മെമ്മറൈസ് ചെയ്യുക. നമുക്ക് ക്വസ്റ്റിനെ തരുന്ന വാല്യൂസ് ഉപയോഗിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് കൃത്യമായിട്ട് ആൻസർ എടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഈ ലെനോയ് സൈക്കിൾ ഒന്നും വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് അല്ല, പക്ഷേ സ്റ്റിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്ന സാധ്യതയുള്ള ടോപ്പിക്സ് ആണ്. അറ്റ്കിൻസൺ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഓട്ടോ സൈക്കിളിൻ്റെ തന്നെ ഒരു വേരിയന്റ് പോലെ നമുക്ക് പറയാൻ പറ്റും. ഓട്ടോ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന 1, 2, 3, 4 ഇത്രയാണ് ഓട്ടോ സൈക്കിൾ വരുന്നത്. ഇവിടെ നമുക്ക് എന്താണ് ഒരു വർക്ക് ഇൻപുട്ട് നടക്കും, ഇവിടെ ഒരു
വർക്ക് ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, ഇവിടെ നമുക്ക് ഹീറ്റ് അഡീഷൻ നടക്കും. ഓക്കെ, ഇവിടെ നമ്മൾ ഹീറ്റ് റിജക്ഷൻ നടക്കും. ഈ കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ ഉള്ള സംഭവം കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് റിജക്ഷൻ ആകുമ്പോൾ സംഭവിക്കുന്ന സംഭവമാണ് അറ്റ്കിൻസൺ സൈക്കിൾ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഇവിടം മുതൽ ഇവിടം വരെ വന്നിട്ട് നമുക്ക് ഈ ഒരു കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് റിജക്ഷൻ നടത്തി കഴിഞ്ഞാൽ 1 എത്തത്തില്ല. അതുകൊണ്ട് നമ്മൾ ഈ 4' നിന്ന് 4 വരെയും കൂടെ നമ്മൾ ഈ പറയുന്ന ഐസെൻട്രോപിക് ആയിട്ടുള്ള ആ ഒരു എക്സ്പാൻഷൻ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. അതായത് സാധാരണ ഒരു PV ഡയഗ്രത്തിൽ ഇങ്ങനെ പോകണതിനകത്ത് ഈ ഐസെൻട്രോപിക് എക്സ്പാൻഷൻ നമ്മൾ ഇവിടം വരെ കണ്ടിന്യൂ ചെയ്ത ശേഷം കോൺസ്റ്റന്റ് പ്രഷറിൽ നമുക്ക് ഹീറ്റ് അഡിഷൻ നടത്താൻ വേണ്ടി പറ്റും. ഹീറ്റ് റിജക്ഷൻ നടത്താൻ വേണ്ടി പറ്റും. അതാണ് അറ്റ്കിൻസൺ സൈക്കിൾ. ബേസിക്കലി ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. നമ്മളിവിടെ പറയുന്ന കണക്ക് ആ ഒരു CP/CV ഫാക്ടർ ഗാമയായിട്ട് മാറുന്ന ഒരു കേസാണ് ഇവിടെ വരുന്നത്. 1 - ഗാമ ടൈംസ് ഓഫ് T4 - T1 ഡിവൈഡ് ബൈ T3 - T2. T4 - T1 എന്ന് പറഞ്ഞാൽ T4 - T1, T3 - T2 എന്ന് പറഞ്ഞാൽ T3 - T2. ഓക്കെ, അപ്പോൾ ആ ഒരു 1 - ഗാമ ടൈംസ് ഓഫ് T4 - T1 ഡിവൈഡ് ബൈ T3 - T2 ആണ് നമ്മുടെ എഫിഷ്യൻസി എന്ന് പറയുന്ന സംഭവത്തിന്റെ ഇക്വേഷൻ. വേറെ ഇക്വേഷൻ കൂടെ ഉണ്ട്. ഈറ്റ ഈസ് ഈക്വൽ ടു 1 - ഗാമ ടൈംസ് RE ഡിവൈഡ് ബൈ R ഡിവൈഡ് ബൈ RE റേസ് ടു ഗാമ മൈനസ് R റേസ് ടു ഗാമ. ഇതും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് അല്ല, എപ്പോഴും ചോദിക്കാൻ സാധ്യതയൊന്നുമില്ല, വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക് അല്ല. പക്ഷേ എങ്കിലും ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് പോയിന്റ്സ് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അതായത് ഓട്ടോ സൈക്കിൾ, ഡുവൽ സൈക്കിൾ, ഡീസൽ സൈക്കിൾ, നമ്മുടെ പ്രധാനപ്പെട്ട 3 സൈക്കിളിന്റെ കേസിലുള്ള 3 കാര്യങ്ങളാണ്. സെയിം കംപ്രഷൻ റേഷ്യോയും ഹീറ്റ് സപ്ലൈ ഉള്ള കേസ്, സെയിം കംപ്രഷൻ റേഷ്യോയും ഹീറ്റ് റിജക്ഷൻ ഉള്ള കേസ്, സെയിം മാക്സിമം ടെമ്പറേച്ചറും ഹീറ്റ് റിജക്ഷൻ ഉള്ള കേസ്. ഈ കംപ്രഷൻ റേഷ്യോ വരുന്ന കേസിൽ ഹീറ്റ് സപ്ലൈ വന്നാലും ഹീറ്റ് റിജക്ഷൻ സെയിം ആയാലും സംഭവം ഒന്ന് തന്നെയാണ്. ഓട്ടോ സൈക്കിളിന് എഫിഷ്യൻസി കൂടുതലായിരിക്കും, ഡീസൽ സൈക്കിളിന് എഫിഷ്യൻസി കുറവായിരിക്കും, ഡ്യുവൽ സൈക്കിൾ നടുക്കായിരിക്കും. സെയിം കംപ്രഷൻ റേഷ്യോ ആൻഡ് ഹീറ്റ് റിജക്ഷൻ ആണെങ്കിലും സെയിം കംപ്രഷൻ റേഷ്യോ ആൻഡ് ഹീറ്റ് സപ്ലൈ ആണെങ്കിലും ഒരേ കാര്യം തന്നെയാണ്. ഈറ്റ ഓട്ടോ, ഈറ്റ ഡ്യുവൽ, ഈറ്റ ഡീസൽ. ഈറ്റ ഓട്ടോ ആയിരിക്കും ഏറ്റവും കൂടി നിൽക്കുന്ന സാധനം, ഓർക്കുക. നൗ സെയിം മാക്സിമം ടെമ്പറേച്ചർ ആൻഡ് ഹീറ്റ് റിജക്ഷൻ വരുന്ന കേസ് ഉണ്ടെങ്കിൽ സെയിം കംപ്രഷൻ റേഷ്യോ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഓട്ടോ ആണ് മേളിൽ കയറി നിൽക്കുന്നത്. പക്ഷേ മാക്സിമം ടെമ്പറേച്ചർ സെയിം വരുന്ന കേസിൽ ഡീസൽ മേളിൽ കയറും. ഈറ്റ ഓഫ് ഡീസൽ വിൽ ബി ഗ്രേറ്റർ ദാൻ ഈറ്റ ഓഫ് ഡ്യുവൽ ഗ്രേറ്റർ ദാൻ ഈറ്റ. സോറി, ഡീസൽ അല്ല, ഇത് ഓട്ടോ ആണ്. ഓക്കെ, അപ്പം സെയിം കംപ്രഷൻ റേഷ്യോ ആൻഡ് ഹീറ്റ് സപ്ലൈ വന്നാൽ ഈറ്റ ഓട്ടോ ആണ് മാക്സിമം. സെയിം കംപ്രഷൻ റേഷ്യോ ആൻഡ് ഹീറ്റ് റിജക്ഷൻ വന്നാലും ഈറ്റ ഓട്ടോ ആണ് മാക്സിമം. മാക്സിമം ടെമ്പറേച്ചർ ആൻഡ് ഹീറ്റ് റിജക്ഷൻ വന്നാൽ എന്താണ്, ഈറ്റ ഡീസൽ ആണ് മാക്സിമം വരുന്നത്. അത് മാത്രം ഓർത്ത് വെക്കേണ്ട കാര്യമുള്ളൂ. ഫൈൻ. പിന്നെ നമുക്ക് കുറച്ച് ബ്രേക്ക് പവർ, ഇൻഡിക്കേറ്റഡ് പവർ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. ബ്രേക്ക് പവർ എന്ന് പറഞ്ഞാൽ എഞ്ചിന്റെ ഔട്ട്പുട്ട് ഷാഫ്റ്റിൽ നിന്ന് കിട്ടുന്ന പവറിനെ നമുക്ക് ബ്രേക്ക് പവർ എന്ന് വിളിക്കാം. ഇൻഡിക്കേറ്റഡ് പവർ എന്ന് പറഞ്ഞാൽ ആ ഫ്യൂവൽ കമ്പഷൻ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഉണ്ടാകുന്ന ടോട്ടൽ പവർ ഡെവലപ്പ് ചെയ്യുന്ന ടോട്ടൽ പവറിനെ നമുക്ക് ഇൻഡിക്കേറ്റഡ് പവർ എന്ന് വിളിക്കാം. ഫ്രിക്ഷണൽ പവർ എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റഡ് പവർ മൈനസ് ബ്രേക്ക് പവറിനാണ് ഫ്രിക്ഷണൽ പവർ എന്ന് വിളിക്കുന്നത്. കാരണം ആ ഒരു ബ്രേക്ക് പവർ എന്ന് പറയുന്ന സംഭവം ഉണ്ടാകുന്നത് ഇൻഡിക്കേറ്റഡ് പവർ ആണ് നമുക്ക് കിട്ടുന്ന എത്ര എനർജി നമുക്ക് ബ്രേക്ക് പവർ കിട്ടുന്നില്ല. അതിന്റെ അർത്ഥം എന്താ, കുറെ സംഭവം ഫ്രിക്ഷനും അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളുമായിട്ട് പോകുന്നുണ്ട്. അപ്പം ഇൻഡിക്കേറ്റഡ് പവറിനകത്ത് നിന്ന് ഫ്രിക്ഷണൽ പവർ കുറയ്ക്കുന്നതാണ് ബ്രേക്ക് പവർ. ഓക്കെ, അതുപോലെ തന്നെയാണ് പറയുന്നത് ബ്രേക്ക് പവറിന്റെ കൂടെ ഫ്രിക്ഷണൽ പവർ ഇൻക്രീസ് ചെയ്താൽ ഇൻഡിക്കേറ്റഡ് പവർ കിട്ടും എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റൽ ക്ലാരിറ്റി ഉണ്ടാക്കി വെക്കാൻ ശ്രമിക്കുക. ഇത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. ഇനി അങ്ങോട്ട് ഈ രണ്ട് ടോപ്പിക്സും അത് അധികം ഇമ്പോർട്ടൻ്റ് അല്ല, ലിനിയർ സൈക്കിളും അറ്റ്കിൻസൺ സൈക്കിളും. പക്ഷേ ഈ ബ്രേക്ക് പവർ, ഇൻഡിക്കേറ്റഡ് പവർ, ഫ്രിക്ഷണൽ പവർ ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് തന്നെയാണ്. ബ്രേക്ക് പവർ കണ്ടുപിടിക്കാൻ വേണ്ടി ഇക്വേഷൻ വളരെ വളരെ സിമ്പിൾ ആണ്. T ടൈംസ് ഓഫ് ഒമേഗ. ആ ഷാഫ്റ്റിനകത്ത് കിട്ടുന്ന പവർ ആണ് ബ്രേക്ക് പവർ. ബേസിക്കലി അതാണ് നമ്മുടെ സംഭവം. ഓക്കെ, അപ്പോൾ ഈ T ഒമേഗനെ നമുക്ക് ഓൾറെഡി പറഞ്ഞ കണക്ക് 2πN/T എന്ന് പറഞ്ഞാൽ ടോർക്ക് ഡിവൈഡ് ബൈ 60 എഴുതാൻ പറ്റും. എന്ന് പറഞ്ഞാൽ റൊട്ടേഷൻസ് പെർ മിനിറ്റ്. ഓക്കെ, ബ്രേക്ക് പവർ കണ്ടുപിടിക്കാൻ വേറൊരു മാർഗം കൂടെ ഉണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് റോപ്പ് ബ്രേക്ക് ഡൈനാമോമീറ്റർ എന്ന് പറയുന്ന ഒരു മെഷീൻ വെച്ചിട്ടായിരിക്കും നമ്മൾ ബ്രേക്ക് പവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഡ്രം ഉണ്ടാവും, ഇവിടെ ഒരു റോപ്പ് ഉണ്ടാവും, റോപ്പ് ബ്രേക്ക് ഡൈനാമോമീറ്റർ എന്ന് പറയും. ആ ഒരു റോപ്പ് ഉണ്ടാവും, ഇവിടെ ഒരു സ്പ്രിംഗ് ബാലൻസ് ഉണ്ടാവും. ഇവിടെ നമുക്ക് വെയിറ്റ് ഇടാൻ പറ്റും, W ഇടാൻ പറ്റും. ഇതിന്റെ
ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഡി ആണ്. ഓക്കെ, ഈ ഒരു ബ്രേക്കിന്റെ അല്ലെങ്കിൽ ആ റോപ്പിന്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ സ്മോൾ ഡി ആണ്. സ്പ്രിംഗ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ആ ഒരു സ്പ്രിംഗ് ബാലൻസിന് ഉണ്ടാവുന്ന ആ ഒരു ഫോഴ്സ് എസ് എന്ന് വേണമെങ്കിൽ വിളിക്കും. അപ്പം ആ സമയത്ത് എൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്രേക്ക് ഡ്രം, ഇത് കണക്ട് ചെയ്ത ഈ ബ്രേക്ക് ഡ്രം എന്ന് പറഞ്ഞാൽ ഒരു സിലിണ്ടർ പോലെ ഒരു ഇതാണ്. അത് കണക്ട് ചെയ്തേക്കുന്നത് നമ്മുടെ എഞ്ചിന്റെ ഔട്ട് ഷാഫ്റ്റിലോട്ടായിരിക്കും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ കൂടുതൽ മെക്കാനിസവും കാര്യങ്ങളൊന്നും പഠിക്കുന്നില്ല. ഇതിനകത്ത് നമുക്കും ബ്രേക്ക് ഓവർ കണ്ടുപിടിക്കാൻ പറ്റും ഈ സിസ്റ്റത്തിനകത്ത് നിന്ന്. അത് കണ്ടുപിടിക്കുന്നത് പൈ ഇൻറ്റു എൻ ഇൻറ്റു ഡബ്ല്യു വെയിറ്റ് മൈനസ് എസ് സ്പ്രിംഗ് ബാലൻസിന്റെ സ്പ്രിംഗിന്റെ ആ ഫോഴ്സ് ഇൻറ്റു ഡി ക്യാപിറ്റൽ ഡി ഇതിന്റെ ഡയമീറ്റർ, ഡ്രമ്മിന്റെ ഡയമീറ്റർ, സ്മോൾ ഡി ഈ ഹോപ്പിന്റെ ഡയമീറ്റർ. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ രണ്ട് രീതിയിൽ ബ്രേക്ക് ഓവർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഈ ബ്രേക്ക് പവർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എൻ എന്ന് പറയുന്ന സംഭവം നമ്മൾ n/2 ഫോർ സ്ട്രോക്ക് എഞ്ചിൻ ആ സംഭവം ഇടണ്ട. n ഡയറക്റ്റ് ഇട്ടാൽ മതി. കാരണം ബ്രേക്ക് പവർ എന്ന് പറയുന്നത് നമുക്ക് ആ ഷാഫ്റ്റിൽ നിന്ന് കിട്ടുന്ന പവർ എത്രയാണ്, അപ്പോൾ അതിന് ആ ഷാഫ്റ്റിന്റെ റൊട്ടേഷൻ തന്നെയാണ് നമുക്ക് ആവശ്യമുള്ളത്. നമുക്ക് ആ ഒരു എഞ്ചിൻ്റെ അകത്തുള്ള സംഭവം, ഉദാഹരണത്തിന് ഇൻഡിക്കേറ്റർ പവർ ഒക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു കമ്പഷൻ ചേമ്പർ അല്ലെങ്കിൽ ആ ഒരു കമ്പഷൻ പോസ്റ്റിനകത്ത് നിന്നാണ് നമുക്ക് പവർ എടുക്കേണ്ടത്. ആ സമയത്തുള്ള എണ്ണുകൾക്കൊക്കെയാണ് നമ്മൾ n/2 ഫോർ ഫോർ സ്ട്രോക്ക് എഞ്ചിനും n ഫോർ ടു സ്ട്രോക്ക് എഞ്ചിനും ഉപയോഗിക്കേണ്ടത്. അപ്പം ഈ ബ്രേക്ക് പവറിന്റെ കാൽക്കുലേഷനകത്ത് ഈ രണ്ട് ഇക്വേഷനകത്തിനും എന്നിന്റെ വാല്യൂ n തന്നെയാണ്, മാറ്റമൊന്നുമില്ല, ഫോർ സ്ട്രോക്ക് ആണെങ്കിലും ടു സ്ട്രോക്ക് ആണെങ്കിലും. അടുത്ത ഇൻഡിക്കേറ്റർ പവർ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ആ വർക്ക് ഡൺ ഇൻ ദ സൈക്കിളാണ്. വർക്ക് ഡൺ ഇൻ ദ സൈക്കിൾ തന്നെയാണ് നമ്മൾ ഏരിയ ഇൻറ്റു ലെങ്ത് ഇൻറ്റു നമ്മുടെ മീൻ എഫക്റ്റീവ് പ്രഷർ. നമ്മൾ ഓൾറെഡി പറഞ്ഞു മീൻ എഫക്റ്റീവ് പ്രഷർ ഇൻറ്റു ഏരിയ ഇൻറ്റു ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വർക്ക് ഡൺ കിട്ടും, നമുക്ക് ആ ഒരു സൈക്കിളിന്റെ വർക്ക് കിട്ടും. കെ എന്ന് പറയുന്ന നമ്പർ ഓഫ് സിലിണ്ടേഴ്സ്. അപ്പം നമ്പർ ഓഫ് സിലിണ്ടേഴ്സ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കെയും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് അത്രയും നമ്പർ ഓഫ് ടോട്ടൽ വർക്ക് കിട്ടും. ആ ടോട്ടൽ വർക്കിനെ നമ്മൾ ടൈം വെച്ച് ഡിവൈഡ് ചെയ്യുക പവർ കിട്ടാൻ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രീക്വൻസി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. കാരണം ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1/ടൈം തരും അല്ലേ. അപ്പം അതിനെ നമുക്ക് ഇൻറ്റു എൻ ഡാഷ്, ഈ എൻ ഡാഷ് തരുന്നേക്കുന്ന RPM-ലാണെങ്കിൽ RPS ആയി കൺവേർട്ട് ചെയ്യാം, റൊട്ടേഷൻ പെർ സെക്കൻഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എൻ ഡാഷ് ഡിവൈഡ് 60 എഴുതുന്ന ആ എൻ ഡാഷ് എന്ന് പറഞ്ഞ സാധനം n ആയിരിക്കും ഫോർ ടു സ്ട്രോക്ക്, n/2 ആയിരിക്കും ഫോർ ഫോർ സ്ട്രോക്ക്. അത് ശ്രദ്ധിക്കുക. അങ്ങനെയാണ് നമ്മൾ ബ്രേക്ക് പവറും ഇൻഡിക്കേറ്റർ പവറിന്റെയും കാൽക്കുലേഷൻ നമ്മൾ നടത്തുന്നത്. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളൂ, ചില കേസുകളിൽ ഇൻഡിക്കേറ്റർ പവർ നമുക്ക് ക്വസ്റ്റ്യൻ ഡയറക്റ്റ് തന്നിരിക്കത്തില്ല. ആ സമയത്ത് നമുക്ക് ഈറ്റയുടെ വാല്യൂവും ഹീറ്റ് സപ്ലൈഡ് ഫോർ ദ പ്രോസസ് അല്ലെങ്കിൽ ആ ഫോർ ദ സൈക്കിൾ ആയിരിക്കും തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഈറ്റയും ക്യൂഎസും കൂടെ ആ ഹീറ്റ് സപ്ലൈഡിനെ എഫിഷ്യൻസി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇൻഡിക്കേറ്റർ പവർ ഈ കേസിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് കിട്ടും. ഓക്കെ, അപ്പം അങ്ങനെ ഒരു രീതിയിലും കൂടെ നമുക്ക് തരാറുണ്ട്, ശ്രദ്ധിക്കുക. ഇനി നമുക്ക് കുറേ ടൈപ്സ് ഓഫ് എഫിഷ്യൻസീസ് പഠിക്കാനുണ്ട്. ഒന്ന് തെർമൽ എഫിഷ്യൻസി. ഓക്കെ, തെർമൽ എഫിഷ്യൻസി തന്നെ ഇൻഡിക്കേറ്റർ തെർമൽ എഫിഷ്യൻസി ഉണ്ട്, ബ്രേക്ക് തെർമൽ എഫിഷ്യൻസി ഉണ്ട്. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, പവർ ഡിവൈഡഡ് ബൈ പവർ എക്സ്ട്രാക്റ്റഡ് ഫ്രം ഫ്യൂവൽ. ഓക്കെ, ഇത് വേണമെങ്കിൽ പവർ ഔട്ട് എന്നോ വേണം വിളിക്കാം. ബേസിക്കലി രണ്ട് രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഒന്ന് ഇൻഡിക്കേറ്റർ തെർമൽ എഫിഷ്യൻസി ഉണ്ട്, ഒന്ന് ബ്രേക്ക് തെർമൽ എഫിഷ്യൻസി ഉണ്ട്. ഇൻഡിക്കേറ്റർ തെർമൽ എഫിഷ്യൻസിയുടെ കാര്യത്തിൽ ഇൻഡിക്കേറ്റഡ് പവർ ഡിവൈഡ് ബൈ പവർ ഒബ്റ്റെയിൻഡ് ഫ്രം ദ ഫ്യൂവൽ. അതായത് എന്താ, ആ ഒരു ഫ്യൂവലിന്റെ മാസ് ഫ്ലോ റേറ്റ് ഇൻറ്റു കലോറിഫിക് വാല്യൂ. കലോറിഫിക് വാല്യൂ എന്ന് പറഞ്ഞാൽ പെർ മാസിന് എത്ര പവർ, എത്ര എനർജി അത് തരുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മാസ് വെച്ച് കലോറിഫിക് വാല്യൂ മൾട്ടിപ്ലൈ ചെയ്ത് എത്ര എനർജി അത് കിട്ടുന്നോ, മാസ് ഫ്ലോ റേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര പവർ കിട്ടുന്നോ. അപ്പോൾ ഇൻഡിക്കേറ്റർ പവർ ഡിവൈഡ് ബൈ മാസ് ഫ്ലോ റേറ്റ് ഇൻറ്റു കലോറിഫിക് വാല്യൂ, ഇൻഡിക്കേറ്റർ പവർ ഡിവൈഡ് ബൈ ആ പവർ ദാറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ ഫ്യൂവൽ എന്ന് കിട്ടും. അപ്പം അതാണ് നമ്മുടെ ഇൻഡിക്കേറ്റഡ് തെർമൽ എഫിഷ്യൻസി. അതുപോലെ ബ്രേക്ക് തെർമൽ എഫിഷ്യൻസി ഉണ്ട്. ബ്രേക്ക് തെർമൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് പവർ ഡിവൈഡഡ് ബൈ മാസ് ഫ്ലോ റേറ്റ് ഇൻറ്റു കലോറിഫിക് വാല്യൂ. അതായത് ആ ഒരു ഫ്യൂവലിനകത്ത് എന്തുമാത്രം എനർജി കിട്ടുന്നുണ്ട് അത് വെച്ചാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. പക്ഷേ ബ്രേക്ക് പവർ ഡിവൈഡ് ചെയ്താൽ ബ്രേക്ക് തെർമൽ എഫിഷ്യൻസി ആവും, ഇൻഡിക്കേറ്റർ തെർമൽ എഫിഷ്യൻസി ആവണമെങ്കിൽ ഇൻഡിക്കേറ്റർ പവർ വെച്ച് തന്നെ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് രണ്ട് എഫിഷ്യൻസീസ് നമുക്ക് കിട്ടി. തെർമൽ എഫിഷ്യൻസീസ്, ഇൻഡിക്കേറ്റർ തെർമൽ എഫിഷ്യൻസീസും ബ്രേക്ക് തെർമൽ എഫിഷ്യൻസീസും നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കറിയാം. ഇനി നമുക്ക് മെക്കാനിക്കൽ എഫിഷ്യൻസി ഉണ്ട്. മെക്കാനിക്കൽ എഫിഷ്യൻസി ഞാൻ പറയുന്നു, ബ്രേക്ക് പവർ ഡിവൈഡ് ബൈ ഇൻഡിക്കേറ്റർ പവർ ആണ് മെക്കാനിക്കൽ എഫിഷ്യൻസി. ബ്രേക്ക് പവർ ഡിവൈഡ് ബൈ ഇൻഡിക്കേറ്റർ പവർ ആണ് മെക്കാനിക്കൽ എഫിഷ്യൻസി. ഇൻഡിക്കേറ്റർ പവർ മൈനസ് ബ്രേക്ക് പവർ എന്താണ്, ഫ്രിക്ഷണൽ പവർ. അതും ശ്രദ്ധിക്കുക, ഇൻഡിക്കേറ്റർ പവർ മൈനസ് ബ്രേക്ക് പവർ ഫ്രിക്ഷണൽ പവർ ആണ്. ബ്രേക്ക് പവർ ഡിവൈഡ് ബൈ ഇൻഡിക്കേറ്റർ പവർ എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ എഫിഷ്യൻസിയാണ്. അതിന് നമുക്ക് എങ്ങനെ എഴുതാം, ഈറ്റ ബി ടി എച്ച്, അതായത് എന്താ
ബ്രേക്ക് തെർമൽ എഫിഷ്യൻസി ഡിവൈഡ് ബൈ ഇൻഡിക്കേറ്റർ തെർമൽ എഫിഷ്യൻസി. കാരണം അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ബി പി ഡിവൈഡ് ബൈ ഐ പി തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇൻഡിക്കേറ്റർ തെർമൽ എഫിഷ്യൻസി ആയി, ബ്രേക്ക് തെർമൽ എഫിഷ്യൻസി ആയി, മെക്കാനിക്കൽ എഫിഷ്യൻസി ആയി. അടുത്തത് വോളിയോമെട്രിക് എഫിഷ്യൻസി. വോളിയോമെട്രിക് എഫിഷ്യൻസി നമ്മൾ ഓൾറെഡി പഠിച്ച അതേ സംഭവം തന്നെയാണ്, നമ്മൾ കംപ്രസറിൽ പഠിച്ച അതേ ഇക്വേഷൻ തന്നെയാണ്. വി എ ആക്ച്വൽ വോളിയം എൻറ്ററിങ് ഡിവൈഡഡ് ബൈ സ്വെപ്റ്റ് വോളിയം. മറ്റേത് സ്ട്രോക്ക് വോളിയം, സ്വെപ്റ്റ് വോളിയം അങ്ങനെ പറയാം. അപ്പോൾ വി എ ഡിവൈഡ് ബൈ വി എസ്. ആ വി എന്ന് പറഞ്ഞാൽ എന്താ? വി എന്ന് പറഞ്ഞാൽ മാസ് ഫ്ലോ റേറ്റ് ഇൻറ്റു സ്പെസിഫിക് വോളിയം ഓഫ് ദ എയർ എൻറ്ററിങ്. നമ്മളിത് ഓൾറെഡി പറഞ്ഞാണ്, ഞാൻ വീണ്ടും പറയുന്നില്ല. ഇനി ഒരു ഇക്വേഷൻ ഉണ്ട്, ഈ ഇക്വേഷൻ മറന്നു പോകാൻ നല്ല സാധ്യതയുള്ളതാണ്. അതായത് ഇത് ഓവറോൾ എഫിഷ്യൻസി ഇക്വേഷനും. ഓവറോൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, തെർമൽ എഫിഷ്യൻസി, ബ്രേക്ക് തെർമൽ എഫിഷ്യൻസി ഇൻറ്റു വോളിയോമെട്രിക് എഫിഷ്യൻസി. അതിനെയാണ് നമ്മൾ ഓവറോൾ എഫിഷ്യൻസി എന്ന് വിളിക്കുന്നത്. ബ്രേക്ക് തെർമൽ എഫിഷ്യൻസി നമുക്ക് വേറെ രീതിയിൽ വിളിക്കാൻ പറ്റും. എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റർ തെർമൽ എഫിഷ്യൻസി ഇൻറ്റു മെക്കാനിക്കൽ എഫിഷ്യൻസി. ഈ ഇക്വേഷനാണ്, ഇതാ ഇക്വേഷൻ. അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ബ്രേക്ക് തെർമൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റർ തെർമൽ എഫിഷ്യൻസി ഇൻറ്റു മെക്കാനിക്കൽ എഫിഷ്യൻസി ഇൻറ്റു വോളിയോമെട്രിക് എഫിഷ്യൻസി. അപ്പം ഈ രീതിയിൽ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ബ്രേക്ക് തെർമൽ എഫിഷ്യൻസിയും വോളിയോമെട്രിക് എഫിഷ്യൻസിയും ഡയറക്റ്റ് തന്നു കഴിഞ്ഞാൽ ഓവറോൾ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ വേണ്ടി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ചില സമയത്ത് ഇൻഡിക്കേറ്റർ തെർമൽ എഫിഷ്യൻസി ആയിരിക്കും തരിക. ഓക്കെ, ഇൻറ്റു മെക്കാനിക്കൽ എഫിഷ്യൻസി, ഇൻറ്റു മെക്കാനിക്കൽ എഫിഷ്യൻസി ചെയ്യുമ്പോൾ ബ്രേക്ക് തെർമൽ എഫിഷ്യൻസി കിട്ടും. അതിനെ നമ്മൾ വോളിയോമെട്രിക് എഫിഷ്യൻസി മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ഓവറോൾ എഫിഷ്യൻസി കിട്ടുക. അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കുക. ഓക്കെ, അതാണ് എഫിഷ്യൻസീസ് ഓഫ് ഐ സി എഞ്ചിൻ നമുക്ക് പ്രധാനമായിട്ടും വരുന്നത്. ഇനി അടുത്തത് മോർസ് ടെസ്റ്റ്. മോർസ് ടെസ്റ്റ് ഉപയോഗിക്കുന്നത് മൾട്ടി സിലിണ്ടർ എഞ്ചിന്റെ ഇൻഡിക്കേറ്റഡ് പവർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ശ്രദ്ധിക്കുക, 4 സിലിണ്ടേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു എഞ്ചിനുണ്ട്, ആ എഞ്ചിന് 4 സിലിണ്ടേഴ്സ് ഉണ്ട്. ഈ സർക്കിൾ ഞാൻ മേലെ ഇടുന്നത് അവിടുത്തെ സ്പാർക്ക് പ്ലഗ് അല്ലെന്നുണ്ടെങ്കിൽ ഫ്യൂൽ ഇഞ്ചക്ഷൻ. ഫ്യൂൽ ഇഞ്ചക്ഷൻ വരുന്നത് ഡീസൽ എഞ്ചിനകത്തായിരിക്കും. സ്പാർക്ക് ഇഗ്നിഷൻ വരുന്നത് നമ്മുടെ എന്താ അതിന്റെ പേര്, പെട്രോൾ എഞ്ചിൻ അല്ലാതെ ഓട്ടോ സൈക്കിളിന്റെ കേസിൽ സ്പാർക്ക് വരുന്നത്. മറ്റേടത്ത് സ്പാർക്ക് ഇഗ്നിഷൻ ആയിരിക്കത്തില്ല, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇഗ്നിഷൻ ആയിരിക്കും. അത് എന്ത് ഇഗ്നിഷൻ ആയിരിക്കും? സ്പാർക്ക് ഇഗ്നിഷൻ അല്ല, ഫ്യൂൽ ഇഞ്ചക്ഷൻ ആയിരിക്കും. അപ്പം നമുക്ക് അങ്ങനെ 4 സിലിണ്ടേഴ്സ് ഉണ്ട്. 4 സിലിണ്ടേഴ്സ് ഉണ്ട്. ഓക്കെ, ഈ 4 സിലിണ്ടേഴ്സും പല റേഷ്യോയിൽ 1:2:1 എന്നൊക്കെ പറഞ്ഞ പല 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 രീതിയിലാണ് ഇതിനകത്ത് നടക്കുന്നത്. അപ്പം ഇതാദ്യം ഫയർ ചെയ്തിട്ട് ഇത് ഫയർ ചെയ്തിട്ട് ഇത് ഫയർ ചെയ്തിട്ട് ഫയർ ചെയ്ത് എന്തായാലും നമുക്ക് വേണ്ടുന്നത് നമുക്കിനകത്ത് കിട്ടുന്ന ഔട്ട്പുട്ട് കോൺസ്റ്റന്റ് ആയിട്ടുള്ള രീതിയിൽ ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഈ സ്പാർക്കുകൾ കൊടുക്കുന്നത് മിക്കവാറും കേസുകളിൽ. അപ്പൊ ഇതിനകത്ത് ഈ ഒരു എല്ലാ ഇതിനകത്തുനിന്നും നമുക്ക് ഒരു ക്രാങ്ക് ഉണ്ട്, അതിനകത്ത് നമുക്ക് ഷാഫ്റ്റ് വരും. ആ ഷാഫ്റ്റിലായിരിക്കും നമുക്ക് പവർ കിട്ടുന്നത്. ആ കിട്ടുന്ന പവറിനെ നമുക്ക് നമ്മുടെ റോഡ് ബ്രേക്ക് ഡൈനാമോമീറ്ററോ മറ്റോ യൂസ് ചെയ്ത് നമുക്ക് ബ്രേക്ക് പവർ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അതാണ് ഇതിന്റെ ഒരു സിസ്റ്റം. നമ്പർ 2 സിസ്റ്റം, നമുക്ക് ഇതിനകത്ത് ഈസി ആയിട്ട് നമുക്ക് വേണ്ടാത്ത സിലിണ്ടേഴ്സിനെ കട്ട് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് സിലിണ്ടർ 1, സിലിണ്ടർ 2, സിലിണ്ടർ 3, സിലിണ്ടർ 4 ആണെങ്കിൽ നമ്മളിപ്പം നമുക്ക് വേണ്ടെങ്കിൽ ഈ 2നെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1ഉം 3ഉം 4ഉം മാത്രമേ ഫ്യൂൽ എടുക്കത്തുള്ളൂ. അത് മാത്രമേ പവർ കൊടുക്കത്തുള്ളൂ. അതിനനുസരിച്ചുള്ള ബ്രേക്ക് പവർ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അത്രയും സെറ്റപ്പ് ആണ് നമുക്ക് ഈ മോസ് ടെസ്റ്റ് നമുക്ക് ഉള്ളത്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ എന്താ ചെയ്യുന്ന അറിയാമോ? നമ്മൾ എല്ലാ സിലിണ്ടറും വർക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് പവർ കാൽക്കുലേറ്റ് ചെയ്യും. അതായത് ഈ ഒരു കേസിൽ എല്ലാ സിലിണ്ടറും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ബ്രേക്ക് പവർ കാൽക്കുലേറ്റ് ചെയ്യും. ആ കിട്ടുന്ന ബ്രേക്ക് പവർ എന്ന് പറഞ്ഞാൽ ബ്രേക്ക് പവർ 1, 2, 3, 4 ആയിരിക്കും. കാരണം 4 എഞ്ചിനും വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ബ്രേക്ക് പവർ ആയിരിക്കും. ഓക്കെ, ആ സമയത്ത് ആ ബ്രേക്ക് പവർ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഡിക്കേറ്റർ പവർ മൈനസ് ഫ്രിക്ഷണൽ പവർ ആണല്ലോ. ആ ഇൻഡിക്കേറ്റർ പവർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? IP 1, 2, 3, 4. ആ 4 ഇൻഡിക്കേറ്റർ പവറും കൂടെ ചേരുന്നതായിരിക്കും. ഓക്കെ, മൈനസ് FP ഫ്രിക്ഷണൽ പവർ, ആ 4 എണ്ണവും കൂടെ ചേരുന്ന അതായിരിക്കും കുറയുന്നത്. ഓക്കെ, ഇനി അടുത്ത കേസിൽ നമ്മൾ ഫസ്റ്റ് സിലിണ്ടറിനെ കട്ട് ഓഫ് ചെയ്യും. ഫസ്റ്റ് സിലിണ്ടറിന്റെ സ്പാർക്ക് ഇഗ്നിഷൻ സിസ്റ്റം നമ്മൾ കട്ട് ഓഫ് ചെയ്യും. പിന്നെ നമുക്ക് 2ഉം 3ഉം 4ഉം മാത്രമേ നമുക്ക് ആ ഒരു കമ്പഷൻ പ്രോസസ് നടക്കത്തുള്ളൂ. അതായത് പിന്നെ നമുക്ക് കിട്ടുന്ന ബ്രേക്ക് പവർ 2, 3, 4 മാത്രമായിരിക്കുള്ളൂ. അപ്പൊ നമുക്ക് അതിനകത്ത് ബ്രേക്ക് പവർ 2, 3, 4 നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം ആ ബ്രേക്ക് പവർ 2, 3, 4 എന്തായിരിക്കും അറിയാമോ? ഇൻഡിക്കേറ്റർ പവർ ഓഫ് 2, 3, 4 മൈനസ് ഫ്രിക്ഷണൽ പവർ പക്ഷെ 1, 2, 3, 4 ഉണ്ടായിരിക്കും. അതെന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ 1ന്റെ സംഭവം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞാലും
ഈ സം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ പ്രശ്നം ഉപയോഗിക്കും. കാരണം അതിനകത്തുള്ള കണക്ഷൻ പോയിട്ടില്ല. ആ റോട്ടറുമായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു സ്റ്റാഫുമായിട്ടുള്ള വണ്ടിന് കണക്ഷൻ പോയിട്ടില്ല. അപ്പൊ ഈ 2, 3, 4ന്റെ പവർ ഉപയോഗിച്ച് ഈ വണ്ണിനെയും കൂടെ കറങ്ങുകയാണ്. അപ്പൊ ഇതിനുണ്ടാവുന്ന ഫ്രിക്ഷണൽ പവർ എപ്പോഴും ഇത് വീണ്ടും എടുത്തുകൊണ്ടിരിക്കും. പക്ഷെ ഇത് തരുന്ന എനർജി അല്ലെങ്കിൽ ഇത് തരുന്ന പവർ പിന്നെ ഉണ്ടാവത്തില്ല. കാരണം ഇവിടെ നമ്മൾ ഫ്യൂൽ കട്ട് ചെയ്ത് അതുകൊണ്ട് സ്പാർക്ക് സിസ്റ്റം കട്ട് ചെയ്ത് വെച്ചു. മനസ്സിലായോ? സിമ്പിൾ ആയിട്ട് മനസ്സിലായോ? അപ്പോൾ ആ 1 പോയി കഴിഞ്ഞാൽ 2, 3, 4ന്റെ നമുക്ക് കിട്ടും. നമുക്ക് ബ്രേക്ക് പവറും കിട്ടും. ഇൻഡിപെൻഡന്റ് പവർ മൈനസ് FP 1, 2, 3, 4 എല്ലായിടത്തും സെയിം തന്നെ ആയിരിക്കും. അതേപോലെ നമുക്ക് 2, 3, 4 എല്ലാം കട്ട് ചെയ്ത് നമുക്ക് ചെയ്യാനുള്ള ഒരു പരിപാടി നമുക്ക് ഇനി അത് ഈ മെഷീൻ ചെയ്യാൻ പറ്റുമെന്ന് അറിയാം. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുന്നത് നമുക്ക് പഠിക്കാം. അത് നമുക്ക് പഠിക്കാം. ഓക്കെ, അത് നമുക്ക് അടുത്ത പഠിക്കാം. ഓക്കെ, അപ്പം നമുക്ക് ആ സിലിണ്ടേഴ്സ് വർക്ക് ചെയ്യുന്നെങ്കിൽ നമുക്ക് BP 1, 2, 3, 4 കിട്ടും. അത് IP 1, 2, 3, 4 മൈനസ് FP 1, 2, 3, 4 ആയിരിക്കും. അതുപോലെ വൺസ് ഫസ്റ്റ് സിലിണ്ടറിനെ കട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് BP 2, 3, 4 കിട്ടും. അത് IP 2, 3, 4 മൈനസ് FP 1, 2, 3, 4. ഫ്രിക്ഷണൽ പവർ രണ്ടിനും സെയിം ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്? നമുക്ക് ഒരു കാര്യം കൂടെ മനസ്സിലാക്കിക്കോളാം. IP 1, 2, 3, 4 എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. IP 1, 2, 3, 4 എന്ന് പറഞ്ഞാൽ IP1 കാരണം 1ന്റെ ഇൻഡിക്കേറ്റർ പവർ, രണ്ടാമത്തെ ഇൻഡിക്കേറ്റർ പവർ, മൂന്നാമത്തെ ഇൻഡിക്കേറ്റർ പവർ, നാലാമത്തെ ഇൻഡിക്കേറ്റർ പവർ എല്ലാം കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് IP 1, 2, 3, 4 കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് BP അങ്ങനെ തന്നെയാണ്. BP 1, 2, 3, 1, 2, 3 എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അല്ലെങ്കിൽ 2, 3, 4 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 2, 3, 4 എന്ന് പറഞ്ഞാൽ BP2 പ്ലസ് BP3 പ്ലസ് BP4. അപ്പൊ ബ്രേക്ക് പവറും ഇൻഡിക്കേറ്റർ പവറും നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും. അതൊക്കെ ഫ്രിക്ഷൻ പവർ എഴുതാൻ പറ്റും. ആ സമ്മാണ് നമ്മൾ ആ ഒരു 1, 2, 3, 4 എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതുന്നതിനെ ഓർമ്മിച്ചത്. അപ്പോൾ നമ്മൾ IP1 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? IP 1, 2, 3, 4 മൈനസ് IP 2, 3, 4 എന്ന് എഴുതിക്കൂടെ? കാരണം എന്താ? IP 1, 2, 3, 4 എന്ന് പറഞ്ഞാൽ IP1 പ്ലസ് IP2 പ്ലസ് IP3 പ്ലസ് IP4. IP 2, 3, 4 IP2 പ്ലസ് IP3 പ്ലസ് IP4. രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് IP1 മാത്രം കിട്ടും. അപ്പോൾ നമുക്ക് IP 1, 2, 3, 4 മൈനസ് IP 2, 3, 4 വെച്ചിട്ട് IP1 എന്ന് എഴുതാൻ പറ്റും. IP 1, 2, 3, 4ന്റെ ഇക്വേഷൻ നമുക്ക് അറിയാം. IP 1, 2, 3, 4 ഇതാടക്കുന്നത് ഇക്വേഷൻ എങ്ങനെയാ? BP 1, 2, 3, 4 പ്ലസ് FP 1, 2, 3, 4. BP 1, 2, 3, 4 പ്ലസ് FP 1, 2, 3, 4. അതുപോലെ IP 2, 3, 4 ഇക്വേഷൻ എന്താ? BP 2, 3, 4 പ്ലസ് FP 1, 2, 3, 4. FP 1, 2, 3, 4 നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് BP 1, 2, 3, 4 മൈനസ് BP 2, 3, 4 ചെയ്യുമ്പോഴത്തേക്ക് IP1 കിട്ടുമെന്ന് മാത്തമാറ്റിക്കലി ഇക്വേഷൻ കിട്ടും. രണ്ട് ബ്രേക്ക് പവറുകളുടെ കുറയ്ക്കുമ്പോൾ നമുക്ക് ഇൻഡിക്കേറ്റർ പവർ കിട്ടുമെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം എന്താ? ഈ രണ്ട് സെയിം ആയതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ക്യാൻസൽ ആയി പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് IP1 കിട്ടി. അതുപോലെ നമുക്ക് IP2 കിട്ടും, IP3 കിട്ടും, IP4 കിട്ടും. നാലും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ IP 1, 2, 3, 4 നമുക്ക് കിട്ടിയില്ലേ? മോസ്റ്റ് എത്രേ ഉള്ളൂ. അതുപോലെ തന്നെ അതിനെ ഏതെങ്കിലും ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് FP 1, 2, 3, 4 ഫ്രിക്ഷണൽ പവറും കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മോസ്റ്റ് ടെസ്റ്റ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങൾ ലാബിൽ ചെയ്തിട്ടുള്ള കാര്യമായിരിക്കും, തീർച്ചയായിട്ടും ആയിരിക്കും. നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് മോസ്റ്റ് ടെസ്റ്റ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലായിക്കോളാം. അതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലായിക്കോളാം, എങ്ങനെ വരുന്നതെന്ന് മനസ്സിലായിക്കോളാം. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോളാം. എല്ലാം വളരെ സിമ്പിളാണ്, കാര്യങ്ങളൊക്കെ സിമ്പിളാണ്. കുറച്ച് മാത്തമാറ്റിക്കൽ കാര്യങ്ങൾ മാത്രമേ മോസ്റ്റ് ടെസ്റ്റിൽ അധികം വരുന്നുള്ളൂ. അടുത്തത് അങ്ങനെ നമ്മൾ കമ്പഷൻ ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വരുന്നത് റെഫ്രിജറേഷനാണ്. റെഫ്രിജറേഷനിൽ നമ്മൾ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് 1 ടൺ ഓഫ് റെഫ്രിജറേഷൻ അഥവാ ഒരു യൂണിറ്റ് ആണ്. റെഫ്രിജറേഷൻ്റെ യൂണിറ്റ് ടൺ ഓഫ് റെഫ്രിജറേഷനിലാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അത് നമുക്ക് TR എന്ന് വിളിക്കാം പറയാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. എന്താണ് TR? TR എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. 0 ഡിഗ്രി സെൽഷ്യസിൽ ഇരിക്കുന്ന ഒരു ടൺ വെള്ളം, ഒരു ടൺ എന്ന് പറഞ്ഞാൽ എത്ര? 907 കിലോഗ്രാം ആണ് അമേരിക്കൻ യൂണിറ്റ്സിൽ പറഞ്ഞത്, അമേരിക്കൻ ടൺ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം 907 കിലോഗ്രാം വെള്ളം 0 ഡിഗ്രി സെൽഷ്യസ് ഇരിക്കുക, 0 ഡിഗ്രി സെൽഷ്യസ് ഇരിക്കുക. ഇതിനെ എന്താണ് കൺവേർട്ട് ചെയ്യണം? 907 കിലോഗ്രാം തന്നെ ആ 0 ഡിഗ്രി സെൽഷ്യസ് ഇരിക്കുന്ന ഐസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അതിനൊരു എനർജി ഉണ്ടാവുമല്ലോ, ജൂൾ ഉണ്ടാവുമല്ലോ. ഇവിടെ നമ്മൾ ആ എനർജി അല്ല പറയുന്നത്, ശ്രദ്ധിക്കുക, ആ എനർജി അല്ല പറയുന്നത്. എത്ര എനർജി പെർ സെക്കൻഡ് കൊടുത്താലേ 24 അവേഴ്സിൽ ഇത് നടക്കുള്ളൂ. 24 അവേഴ്സ് കൊണ്ട് ഈ പരിപാടി നടക്കണമെങ്കിൽ എത്ര വാട്ട് എനർജി അല്ലെങ്കിൽ എത്ര ജൂൾ പെർ സെക്കൻഡ് എനർജി നമ്മൾ കൊടുക്കണം, അല്ലെങ്കിൽ ജൂൾ പെർ സെക്കൻഡ് പവർ, എത്ര പവർ നമ്മൾ കൊടുക്കണം. ഇത്ര ജൂൾ എന്നല്ല പറയുന്നത്, എത്ര ജൂൾ പെർ സെക്കൻഡ്. കാരണം ഈ 24 അവേഴ്സ് വരുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇത്രയും വാട്ടർ അറ്റ് 0 ഡിഗ്രി സെൽഷ്യസിനെ അത്രയും ഐസ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് ആക്കി മാറ്റണമെങ്കിൽ ഇത്ര എനർജി കൊടുക്കണമെന്നല്ല. 27 മണിക്കൂറിൽ കൊടുക്കണമെങ്കിൽ എത്രത്തോളം പവർ നമ്മൾ സപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ അത്രയും പവർ നമ്മൾ ഇതിനകത്ത് നമ്മൾ എടുക്കണം, എടുത്തു മാറ്റണം. എത്ര പവർ നമ്മൾ ഇതിനകത്ത് എടുത്തു മാറ്റണം,
അതിനെ നമ്മൾ പറയുന്ന പേരാണ് 1 ടൺ ഓഫ് റെഫ്രിജറേഷൻ. 1 ടൺ ഓഫ് റെഫ്രിജറേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ 3.5 കിലോ ജൂൾ പെർ സെക്കൻഡ് എന്നാണ് കിട്ടുന്നത്. 3.5 കിലോ ജൂൾ എനർജി പെർ സെക്കൻഡ് എടുത്താൽ മാത്രമേ 27 മണിക്കൂർ കൊണ്ട് ഈ ഫുൾ പ്രോസസ്സ് നടക്കത്തുള്ളൂ എന്നാണ് എൻ്റെ അർത്ഥം. അപ്പം അതാണ് 1 TR. 1 TR എന്ന് പറഞ്ഞാൽ 3.5 കിലോ ജൂൾ പെർ സെക്കൻഡ് ആണെന്നുള്ള കാര്യം ഓർക്കുക. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട ഫസ്റ്റ് കാര്യം റെഫ്രിജറേഷനിൽ. പിന്നീട് ഒരു കാര്യം കൂടെ ഉള്ളത്, ഇത് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ചോദിക്കും. ചിലപ്പോൾ കാലറീസിൽ ചോദിക്കും. അപ്പം 1 കാലറി എത്ര അറിഞ്ഞു വെച്ചിരിക്കുക. 1 കാലറി എന്ന് പറഞ്ഞാൽ 4.18 ജൂൾ ആണെന്ന് മനസ്സിലാക്കുക. അങ്ങനെ ഈ രണ്ട് കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്ക് ഇതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഫസ്റ്റ് തിങ്. ഇനി റെഫ്രിജറേഷൻ കപ്പാസിറ്റി എന്താണെന്ന് നോക്കാം. റെഫ്രിജറേഷൻ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം നമുക്കറിയാം COP എന്ന് നമുക്കറിയാം. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ് കൂളിംഗ് എഫക്ട് ഡിവൈഡ് ബൈ വർക്ക് ഡൺ ആണ് നമുക്കറിയാം. ഈ സെയിം COPനെ നമുക്ക് പവർ ഇൻപുട്ട് താഴെ വരുന്ന രീതി, അതായത് ഇതിപ്പം വർക്ക് ഡണ്ണേ ഉള്ളൂ, പെർ ടൈം ആവും. ആ ഒരു പവറിന്റെ ആസ്പെക്ട് വർക്ക് ഡൺ പെർ ടൈം ആസ്പെക്ട് വരും. പവറിന്റെ ആസ്പെക്ട് വരുന്ന സമയത്ത് കൂളിംഗ് എഫക്ട് പെർ ടൈം ആയിരിക്കും മേളില്, അതിന്റെ റേറ്റ് ആയിരിക്കും. അതിനെയാണ് കൂളിംഗ് കപ്പാസിറ്റി എന്ന് വിളിക്കുന്നത്. ആ കൂളിംഗ് എഫക്റ്റിന്റെ റേറ്റിനെ വിളിക്കുന്ന പേരാണ് കൂളിംഗ് കപ്പാസിറ്റി. ഇപ്പോൾ COP = കൂളിംഗ് കപ്പാസിറ്റി ബൈ പവർ ഇൻപുട്ട് നമുക്ക് എഴുതാൻ പറ്റും. അതാണ് കൂളിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്ന സാധനം. അതിനാണ് റെഫ്രിജറേഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് റെഫ്രിജറേഷൻ കപ്പാസിറ്റി നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന ഇമ്പോർട്ടൻറ്റ് റെഫ്രിജറേഷൻ സിസ്റ്റംസ് പഠിക്കാം, പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഒന്ന് വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ റാങ്കൈൻ സൈക്കിൾ പോലെയുള്ള ഒരു സംഭവമാണ്. അതിന്റെ ഒരു റിവേഴ്സ് റാങ്കൈൻ സൈക്കിൾ നമ്മൾ വേണമെങ്കിൽ വിളിക്കാൻ പറ്റും. അതാണ് വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനകത്തുള്ള സംഭവങ്ങളൊക്കെ എന്തൊക്കെയാണ്, ഇതിനകത്തുള്ള കണ്ടൻസ് എന്ന് മനസ്സിലാക്കാം. അതിനുശേഷം നമുക്ക് ഇത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ആദ്യം നമുക്ക് ഇതിനകത്തുള്ള ഓരോ കമ്പോണൻസിനകത്ത് പരിചയപ്പെടാൻ, എന്നിട്ട് നമുക്ക് പഠിക്കുന്നത് നമുക്ക് ഈ ഒരു കുഞ്ഞ് ഡയഗ്രാം വെച്ച് നമുക്ക് പഠിക്കാം. അതായിരിക്കും കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കമ്പോണൻസ് എന്ന് ആദ്യം നോക്കാം. ഓക്കെ, കംപ്രസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർക്ക് ഇൻപുട്ട് എടുക്കുന്ന ഒരു സംഭവമാണ് കംപ്രസർ എന്ന് പറയുന്ന സാധനം. അത് മനസ്സിലായല്ലോ. ഈ കംപ്രസറിനെ കൂടെ കടന്നു പോകുമ്പോഴത്തേക്ക് ലോ പ്രഷർ ആയ വേപ്പർ ഹൈ പ്രഷർ ആയിട്ടുള്ള ഹൈ ടെമ്പറേച്ചർ ആയിട്ടുള്ള വേപ്പറായിട്ട് കൺവേർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, കണ്ടൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോൺസ്റ്റന്റ് പ്രഷറിൽ ഹീറ്റ് റിജക്ഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംഭവമാണ് കണ്ടൻസർ എന്ന് പറയുന്നത്. കണ്ടൻസർ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാവുന്ന സാധനമാണ്. വേപ്പർ ലിക്വിഡ് ആയിട്ട് മാറും, അല്ലെങ്കിൽ ലിക്വിഡ് പ്ലസ് വേപ്പർ ആയിട്ട് മാറും. അപ്പൊ കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ അതാണ് പ്രോസസ്. അപ്പം ഈ ആദ്യമേ കിട്ടിയ ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ വേപ്പർ ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ തന്നെയുള്ള ലിക്വിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സ്ഥലമാണ് കണ്ടൻസർ എന്ന് പറയുന്ന സ്ഥലം. അതാണ് രണ്ടാമത് മനസ്സിലാക്കേണ്ട കാര്യം. അതൊരു സിമ്പിൾ കേസ് ആണെങ്കിൽ, ഒരു സിമ്പിൾ വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റത്തിന്റെ കേസ് ആണെങ്കിൽ അതൊരു സാച്ചുറേറ്റഡ് ലിക്വിഡ് ആയിട്ടായിരിക്കും കൺവേർട്ട് ആവുക. എക്സ്പാൻഷൻ വാൽവ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഐസ് എൻതാൽപ്പി മാറാതെ എക്സ്പാൻഡ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം എൻതാൽപ്പി മാറാതെ നമ്മുടെ ലിക്വിഡിനെ എക്സ്പാൻഡ് ചെയ്ത് ലിക്വിഡ് പ്ലസ് വേപ്പർ ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് എക്സ്പാൻഷൻ വാൽവ്. അത് ഓർത്ത് വയ്ക്കേണ്ട കാര്യമാണ്. ഇവാപ്പറേറ്റർ ആ പേര് കേൾക്കുന്ന പോലെ തന്നെ ഇവാപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതായത് അവിടെ ഉണ്ടാവുന്ന ആ ഒരു ലോ ടെമ്പറേച്ചർ ലിക്വിഡ് പ്ലസ് വേപ്പർ എന്ന് പറയുന്ന സംഭവത്തിനെ കംപ്ലീറ്റ് ആയിട്ട് വേപ്പറായിട്ട് മാറ്റാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് ഇവാപ്പറേറ്റർ. ഇവിടെ നമുക്ക് കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അഡിഷൻ ആണ് നടക്കുന്നത് ഈ ഒരു ഫ്ലൂയിഡിലോട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ആൾക്കാർ. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് പഠിക്കാം. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് കുറച്ചുകൂടെ ഐഡിയ കിട്ടും ഗ്രാഫൊക്കെ വെച്ച് പഠിക്കുമ്പോഴത്തേക്ക്. ഇത് ഞാൻ ജസ്റ്റ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞ സാധനം. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇവാപ്പറേറ്ററിലാണ് നമുക്ക് തണുപ്പിക്കേണ്ട വസ്തു വെക്കേണ്ടത്. ഇവാപ്പറേറ്ററോട് ചേർത്ത് വെക്കണം. ആ ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുന്ന രീതിയിൽ വെക്കണം. അതുപോലെ കണ്ടൻസറുമായിട്ട് ചേർത്താണ് നമ്മുടെ ആ സറൗണ്ടിങ്സിനെ വെക്കേണ്ടത്. കാരണം ഇവിടെയാണ് എന്ത് സംഭവിക്കുന്നത്, ഇവിടെ നിന്ന് ഹീറ്റ് ഇങ്ങോട്ട് എടുത്തിട്ട് പുറത്തോട്ട് കൊടുക്കുന്ന സ്ഥലമാണ് ഇത്. ഓക്കെ, ഇടയ്ക്ക് വർക്ക് ചെയ്യപ്പെടും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ഒരു ലോ ടെമ്പറേച്ചറിൽ നിന്ന് ഹൈ ടെമ്പറേച്ചറിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഹീറ്റ് അത് ഫ്ലോ ചെയ്യില്ല. പക്ഷേ നമുക്ക് എക്സ്ട്രാ വർക്ക് കൊടുത്താൽ ചെയ്യിപ്പിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നാണ് നമ്മൾ വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൽ നമുക്ക് നേരത്തെ പറഞ്ഞ 4 ഇമ്പോർട്ടൻറ്റ് കമ്പോണൻസ് ഉണ്ട്. നമുക്ക് ഈ ഒരു ഡയഗ്രാം വെച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നോക്കാം. നമുക്ക് ഇതോടെയാണ് നമ്മൾ തണുപ്പിക്കാനുള്ള വസ്തുക്കൾ വയ്ക്കുന്നത് നമുക്കറിയാം. അതിനകത്തുനിന്നാണ് ഹീറ്റിനകത്തോട്ട് എടുക്കും. അത് ഈ വഴി പോയി അതിനകത്ത് കുറച്ച് വർക്ക് ഡൺ ആയതിനു ശേഷം അത് ഇവിടെ വന്നിട്ട് നമ്മൾ ഹീറ്റ് റിജക്ട് ചെയ്യും. ഇതാണ് നമ്മൾ ചെയ്യുന്ന പരിപാടി. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇവാപ്പറേറ്ററിൽ തുടങ്ങാം. ഇവാപ്പറേറ്ററിലോട്ട് വരുന്നത് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എന്ന് അറിയാമോ?
ലിക്വിഡ് പ്ലസ് വേപ്പർ മിക്സ്ചർ ആയിരിക്കും വരുന്നത് അറ്റ് എ ലോ പ്രഷറിലായിരിക്കും വരുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കും. കാരണം ലോ പ്രഷർ ഉണ്ടാകുന്ന എവിടെ നിന്നാണ്? എക്സ്പാൻഷൻ വാൽവിൽ കൂടെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ലോ പ്രഷർ ആവും. ഓക്കെ, അത് ലിക്വിഡ് പ്ലസ് ഫ്ലൂയിഡ് മീഡിയം ആണ് നമ്മുടെ ഇവാപ്പറേറ്ററിലോട്ട് വരുന്നത്. ഓക്കെ, ഇവാപ്പറേറ്റർ വെച്ച് എന്ത് സംഭവിക്കുന്ന അറിയാമോ? അത് ഹീറ്റ് അബ്സോർവ് ചെയ്യും. ഹീറ്റ് അബ്സോർവ് ചെയ്യും. ഓക്കെ, ഹീറ്റ് അബ്സോർവ് ചെയ്യുന്ന എവിടെ നിന്നാണ്? നമുക്ക് തണുപ്പിക്കാനുള്ള സാധനം എന്താണോ അതിൽ നിന്നാണ് ഹീറ്റ് അബ്സോർവ് ചെയ്യുന്നത്. ഹീറ്റ് അബ്സോർബ് ചെയ്ത് അത് സാച്ചുറേറ്റഡ് വേപ്പർ ആയിട്ട് മാറും അറ്റ് ലോ പ്രഷർ. സോ സാച്ചുറേറ്റഡ് വേപ്പർ ലോ പ്രഷർ ആണ് നമ്മുടെ 1 എന്ന് പറയുന്ന പോയിന്റിൽ നിൽക്കുന്നത്. ഓക്കെ, 1-ൽ നിന്ന് 2-ലേക്ക് പിന്നെ എന്താ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ കംപ്രസർ വഴി പ്രഷർ അപ്ലൈ ചെയ്യും. ഓക്കെ, ഒരു പ്രഷർ അപ്ലൈ ചെയ്യും. അപ്പം നമ്മളെ കംപ്രസർ എഫിഷ്യൻസി നമ്മൾ മാനിച്ചില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഐസെൻട്രോപിക് ആയിട്ട് 1 to 2 കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ 1 to 2' കിട്ടും. അത് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. അങ്ങനെ 1 to 2-ലോട്ടോ 1 to 2' ഒരു നോർമൽ കേസ് 1 to 2' നമ്മുടെ എന്ത് മാറും? നമ്മുടെ പ്രഷർ ഇൻക്രീസ് ആവും. പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ തന്നെ ടെമ്പറേച്ചർ ഇൻക്രീസ് ആവും. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്തുകൊണ്ടാന്ന് പറഞ്ഞ് നമുക്കത് ഓൾറെഡി അറിയാവുന്നതാണ്. പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ കൂടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ആവും. ഫൈൻ. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ, അപ്പൊ കംപ്രസർ എത്തിയിരിക്കുന്നത് പറഞ്ഞാൽ ഹൈ പ്രഷറിലുള്ള സൂപ്പർ ഹീറ്റഡ് ആയിട്ടുള്ള വേപ്പറാണ്. ഇത് സാച്ചുറേറ്റഡ് വേപ്പറാണ്. ഇത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് സൂപ്പർ ഹീറ്റഡ് വേപ്പറാണ്. സൂപ്പർ ഹീറ്റഡ് ആയിട്ടുള്ള വേപ്പറാണ് നമുക്ക് ഹൈ പ്രഷറുള്ള സൂപ്പർ ഹീറ്റഡ് വേപ്പറാണ് കംപ്രസറിൽ നിന്ന് ഔട്ടായിട്ട് കിട്ടുന്ന സാധനം. ഓക്കെ, അതേ നമ്മൾ കണ്ടൻസർ വഴി കയറ്റി വിടുവാണ്. കണ്ടൻസർ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ ഈ എടുത്ത ഹീറ്റ് അല്ലെങ്കിൽ അതിന്റെ ഏകദേശം ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് എമൗണ്ട് ഓഫ് ഹീറ്റ് പുറത്തേക്ക് അല്ലെങ്കിൽ സറൗണ്ടിങ്സിലേക്ക് നമ്മൾ ഒഴുക്കി കളയണം. അതിനുവേണ്ടി നമുക്ക് എന്ത് സംഭവിക്കണം? നമ്മുടെ ഇവിടെ ഉണ്ടാവുന്ന സംഭവം എന്ന് പറഞ്ഞാൽ കണ്ടൻസേഷൻ ആണ് നടക്കുന്നത്. കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൽ നിന്ന് അതേ ഹൈ പ്രഷർ മാറുന്നത് ഹൈ പ്രഷർ തന്നെ ഇങ്ങനെ ഹീറ്റ് റിജക്ട് ചെയ്ത് കോൺസ്റ്റന്റ് പ്രഷറിൽ ഹീറ്റ് റിജക്ട് ചെയ്ത് 3 എന്ന് പറയുന്ന സാച്ചുറേറ്റഡ് ലിക്വിഡ് എന്ന് പറയുന്ന പോയിന്റിലോട്ട് അത് വന്ന് നിൽക്കും. ഓക്കെ, അതിനുശേഷം 3-ൽ നിന്ന് 4-ലേക്ക് ഒരു ഐസ് എൻതാൽപിക് എക്സ്പാൻഷൻ ആണ് നടക്കുന്നത്. അപ്പം അതാണ് ഐസ് എൻതാൽപിക് എക്സ്പാൻഷൻ 3 to 4 ഇങ്ങനെ കാണിച്ചേക്കുന്നത്. നമുക്ക് ഒരു pH ഡയഗ്രാം, പ്രഷർ എൻതാൽപി ഡയഗ്രത്തിൽ നമുക്ക് ഇതിനെ ഒരു എന്തായിട്ട് കാണിക്കാം? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് കാണിക്കാൻ പറ്റും. നമ്മൾ ഓൾറെഡി പറഞ്ഞ ത്രോട്ട്ലിംഗ് പ്രോസസ്സ് റിവേഴ്സിബിൾ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഡോട്ട് ഇട്ട് കാണിച്ചേക്കുന്നത്. ബാക്കി എല്ലായിടത്തും കാണിച്ചേക്കുന്നത് ബാക്കി എല്ലായിടത്തും ഈ ലൈനായിട്ട്. ഇവിടെ ഡോട്ട് ഇട്ടേക്കുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഈ 1 to 2 എന്നുള്ള സംഭവമാണ് ശരിക്കും വരേണ്ടത്. പക്ഷെ അത് എന്തായിട്ട് മാറും? 1 to 2' ആകും ബിക്കോസ് ഓഫ് എഫിഷ്യൻസി. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു സംഭവം നടക്കുന്നത്. ബേസിക്കലി നടക്കുന്ന കാര്യം ഒറ്റ കാര്യമേ ഉള്ളൂ. വളരെ ഇത്രയൊക്കെ ഇതിനകത്ത് നമ്മൾ പറയുന്നുണ്ടെങ്കിലും ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വളരെ വളരെ സിമ്പിൾ ആണ്. നമുക്ക് തണുപ്പുള്ളൊരു സാധനം അതുമായിട്ട് കോണ്ടാക്റ്റിൽ നമ്മൾ എന്ത് വയ്ക്കുന്നു? ഒരു സംഭവം വയ്ക്കുന്നുണ്ട്. അതിനകത്ത് നിന്ന് ഹീറ്റ് എടുക്കുന്നുണ്ട്. അതിനെ നമ്മൾ വർക്ക് ഡൺ ചെയ്ത് അതിനെ നമ്മൾ വേറൊരു വേപ്പർ അല്ലെങ്കിൽ സൂപ്പർ ഹീറ്റർ വേപ്പറാക്കി മാറ്റി ഹൈ പ്രഷറുള്ള സംഭവമാക്കി മാറ്റിയിട്ട് അതിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇവിടെ നിന്ന് ഹീറ്റ് എടുത്ത് ഇവിടെ കളയാണ്. നമ്മൾ എക്സ്ട്രാ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ആക്ച്വലി പറഞ്ഞാൽ ഇതേ സംഭവം തന്നെയാണ്. പണ്ട് നമ്മൾ പഠിച്ച റെഫ്രിജറേറ്റർ ആകുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഹീറ്റ് എടുത്ത് ഇവിടെ കളയ ഒരു വർക്ക് ഡൗണാവും. ആ സംഭവം തന്നെയാണ് ഇവിടെ വരുന്ന രീതിയാണ് നമ്മൾ ഇവിടെ ഇമ്പോർട്ടന്റ്. ഇതാണ് എന്റെ കൺസെപ്റ്റ്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ഇനി അടുത്തതെന്ന് വെച്ചാൽ ഇതിനകത്ത് എന്താണ് നമ്മൾ ഇന്നത്തെ പവർ ഇൻപുട്ട് ആയിട്ട് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ കംപ്രസറിന് നമ്മൾ കൊടുക്കേണ്ട ഈ പവർ ഇൻപുട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ m.H2 - H1 ആണ്. അല്ലേ? ഇവിടെ ആക്ച്വലി നമുക്ക് വേണമെങ്കിൽ H2' എന്ന് പറയാം. കാരണം വെച്ചാൽ ഇത് 2' പോകണോണ്ട് നമുക്ക് H2' എന്ന് പറയാം. ഓക്കെ, നമുക്ക് H2' എന്ന് എഴുതാം. ഓക്കെ, അപ്പം m.H2' - H1. ഓക്കെ, അപ്പൊ അതിന് നമുക്ക് H2' - H1 എന്നുള്ള സംഭവം കൂളിംഗ് കപ്പാസിറ്റി എന്താണ്? m.H1 - H4. H1 ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്. ഇത്രയാണ് ഇതിനകത്ത് പവർ എടുക്കുന്നത്. പവർ ഇതിനകത്ത് നമ്മളെ ഉള്ള വേർബിളോട് ചേർന്നിരിക്കുന്ന ആ ഒരു ഇതിനകത്ത് നിന്ന് എടുക്കുന്ന ഹീറ്റിന്റെ റേറ്റ് ആണ് ഈ പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു കൂളിംഗ് കപ്പാസിറ്റി. അതാണ് m.H1 - H4 ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പൊ COP എന്ന് പറഞ്ഞാൽ എന്താണ്? കൂളിംഗ് കപ്പാസിറ്റി ഡിവൈഡഡ് ബൈ നമ്മൾ എന്തുമാത്രം പവർ ഇൻപുട്ട് കൊടുക്കുന്നുള്ളതാണ് COP എന്ന് പറയുന്ന സാധനം. അപ്പൊ H1 - H4 ഡിവൈഡ് ബൈ H2 - H1 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് COP കിട്ടും. ബിക്കോസ് m ഡോട്ട് ക്യാൻസൽ ആയി പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതാണ് സംഭവം. ഇതിനകത്ത് നമുക്ക് H1 H2 ഇതൊക്കെ വെച്ചിട്ടാണ് എല്ലാം നമ്മൾ ചെയ്യാവുന്നത്, എല്ലാ സംഭവം ചെയ്യുന്നത്. പക്ഷേ H1 കണ്ടുപിടിക്കണം, H4 കണ്ടുപിടിക്കണം, H2 കണ്ടുപിടിക്കണം, H1 കണ്ടുപിടിക്കണം. ഇതെല്ലാം വേണമെങ്കിൽ പ്രോപ്പർട്ടീസ് ഓഫ് പ്യൂർ സബ്സ്റ്റൻസിനകത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എങ്ങനെയാണ് H1 കണ്ടുപിടിക്കുന്നത്? X വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് അത് എന്താണ് സംഭവം?
ഫ്രാക്ഷൻ എന്താണ്, ഇതൊക്കെ അറിഞ്ഞിരിക്കണം. നമ്മൾ ഇത് ഓൾറെഡി പറഞ്ഞാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ പോയി ആ പ്രോപ്പർട്ടീസ് ഓഫ് പ്യൂർ സബ്സ്റ്റൻസ് കാണണം. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ നമുക്ക് വോളിയോമെട്രിക് എഫിഷ്യൻസി ഓഫ് കംപ്രസർ, കാരണം ഇവിടെ കംപ്രസർ ഉപയോഗിക്കുന്നുണ്ട്. കംപ്രസർ ഇവിടെ ഉപയോഗിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, നമുക്ക് കംപ്രസറിൽ പഠിച്ച എല്ലാ ഇക്വേഷൻസും ഇവിടെ നമുക്ക് വാലിഡ് ആണ്. അങ്ങനെയാണ് നമുക്ക് വോളിയോമെട്രിക് എഫിഷ്യൻസി ഈ ഇക്വേഷനും ഒക്കെ നമ്മൾ പഠിച്ചാണ്. ഇതെല്ലാം ഇവിടെ വാലിഡ് ആയിട്ട് വരുന്ന റീസൺ സെപ്റ്റ് വോളിയം ഇതെല്ലാം വാലിഡ് ആയിട്ട് വരുന്ന റീസൺ എന്ന് പറഞ്ഞാൽ കംപ്രസർ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ പഠിച്ച അതേ കംപ്രസർ തന്നെ നമുക്ക് എല്ലാ സ്ഥലത്തും ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഇതിനകത്ത് കംപ്രസറിന്റെ ക്വസ്റ്റ്യൻ, കംപ്രസറുമായിട്ട് റെഫ്രിജറേഷൻ ക്ലബ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും. ആ സമയത്ത് ഈ ഇക്വേഷൻസ് നമുക്ക് ആവശ്യമായിട്ട് വരും. പിന്നെ നമുക്ക് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് അറിഞ്ഞിരിക്കണം. അതായത് കണ്ടൻസർ പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഇവാപ്പറേറ്റർ പ്രഷർ ഡിക്രീസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നു, സബ് കൂളിംഗ് എന്തൊക്കെ സംഭവിക്കുന്നു, ഇത്രയും കാര്യം നമ്മൾ അറിയേണ്ടത്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, കണ്ടൻസർ പ്രഷർ ഇൻക്രീസ് ചെയ്താലും ഇവാപ്പറേറ്റർ പ്രഷർ ഡിക്രീസ് ചെയ്താലും വർക്ക് ഇൻപുട്ട് ഇൻക്രീസ് ആവും. അപ്പൊ COP കുറയും, റെഫ്രിജറേഷൻ എഫക്റ്റ് കുറയും, ഈറ്റ വോളിയം കുറയും. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് രണ്ടിനും സെയിം ആണ്. കണ്ടൻസർ പ്രഷർ ഇൻക്രീസ് ചെയ്താലും ഇവാപ്പറേറ്റർ പ്രഷർ ഡിക്രീസ് ചെയ്താലും റെഫ്രിജറേഷൻ എഫക്റ്റ് കുറയും, COP കുറയും, നമ്മുടെ വോളിയോമെട്രിക് എഫിഷ്യൻസിയും കുറയും, വർക്ക് ഇൻപുട്ട് മാത്രം കൂടും. അതുപോലെ തന്നെ ഇവാപ്പറേറ്റർ പ്രഷർ ഡിക്രീസ് ചെയ്താലും റെഫ്രിജറേഷൻ എഫക്റ്റും COPയും ഈറ്റ വോളിയം കുറയും, പക്ഷേ വർക്ക് ഇൻപുട്ട് ഇൻക്രീസ് ആവും. സബ് കൂളിംഗ് നടക്കുമ്പോൾ സംഭവിക്കും, സബ് കൂളിംഗ് നടക്കുമ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് റെഫ്രിജറേഷൻ ഇൻക്രീസ് ആവും. സബ് കൂളിംഗ് നടക്കുമ്പോൾ റെഫ്രിജറേഷൻ എഫക്റ്റ് ഇൻക്രീസ് ആവും, വർക്ക് ഇൻപുട്ട് സെയിം തന്നെ ആയിരിക്കും, COP ഇൻക്രീസ് ആവും, ഈറ്റ വോളിയം സെയിം തന്നെ ആയിരിക്കും. റെഫ്രിജറേഷൻ എഫക്റ്റും COPയും ഇൻക്രീസ് ആവും, വർക്ക് ഇൻപുട്ടും നമ്മുടെ വോളിയോമെട്രിക് എഫിഷ്യൻസിയും സെയിം ആയിരിക്കും. അതാണ് സബ് കൂളിംഗിൽ വരുന്ന സംഭവം. ഈ വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് നമുക്ക് MCQ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്, MSQ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അത് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. വേപ്പർ അബ്സോർപ്ഷൻ റെഫ്രിജറേഷൻ സിസ്റ്റത്തിനകത്ത് നടക്കുന്ന കാര്യം, നമുക്ക് ഇവാപ്പറേറ്റർ, എക്സ്പാൻഷൻ, കണ്ടൻസറിന്റെ പ്രവൃത്തി നമുക്കറിയാം. കംപ്രസർ ആണ് നമുക്ക് വർക്ക് ഇൻപുട്ട് കൊടുത്തിട്ട് നമുക്ക് ഹൈ പ്രഷറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കും. നമുക്കറിയാം ലോ പ്രഷർ സംഭവം. ഇവിടെ സംഭവിക്കുന്ന സെയിം സംഭവമാണ്. ലോ പ്രഷർ അമോണിയ വേപ്പർ ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത് ഇവാപ്പറേറ്ററിൽ നിന്ന്. അത് നമ്മൾ ഈ ഒരു അബ്സോർബർ ജനറേറ്റർ അനലൈസ് സിസ്റ്റത്തിൽ കൂടെ പാസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഹൈ പ്രഷർ അമോണിയ വേപ്പറായിട്ട് കിട്ടും. അതായത് ആ ഒരു കംപ്രസറിന്റെ ഫംഗ്ഷൻ തന്നെയാണ് ചെയ്യുന്നത്, പക്ഷേ കംപ്രസർ ഇവിടെ ഇല്ല. പകരം നമ്മൾ അബ്സോർബർ ആണ് ഉപയോഗിക്കുന്നത്, ജനറേറ്റർ ആണ് ഉപയോഗിക്കുന്നത്, അനലൈസർ ആണ് ഉപയോഗിക്കുന്നത്. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പം ബേസിക്കലി ഈ പ്രഷർ കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ബാക്കി എല്ലാം സെയിം ആണ്, വീണ്ടും ഞാൻ പറയേണ്ട ആവശ്യമില്ല. മറ്റേത് പോലെ തന്നെയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് നമുക്ക് അറിയണം. അപ്പം ലോ പ്രഷറിൽ അമോണിയ വേപ്പർ വന്നുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. ഓക്കെ, ലോ പ്രഷറിൽ അമോണിയ വേപ്പർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് എൻട്രി ചെയ്യും. എവിടെ എൻട്രി ചെയ്യുന്ന അറിയാമോ? അമോണിയയും വാട്ടറും കൂടെയുള്ള ഒരു സൊല്യൂഷൻ ഉണ്ട്. ആ ഒരു സൊല്യൂഷനിലോട്ട് ഈ ഒരു ലോ പ്രഷർ അമോണിയ വേപ്പർ ഇതിങ്ങനെ പതുക്കെ എൻട്രി ചെയ്യും. അപ്പൊ തീർച്ചയായിട്ടും എന്ത് സംഭവിക്കും? അമോണിയ ഇതിനകത്തോട്ട് ലോ പ്രഷർ അമോണിയ വേപ്പർ ഇതുമായിട്ട് ചെയ്യുമ്പോഴേക്കും വാട്ടർ അമോണിയ വീണ്ടും 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 അബ്സോർബ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അപ്പം ഇവിടെ ഒരു കുറച്ച് അമോണിയയും കുറച്ച് വെള്ളമാണെങ്കിൽ പിന്നെ അമോണിയ കൂടുതലാവുന്ന ഒരു കോൺസെൻട്രേറ്റ് സൊല്യൂഷൻ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളത്തിനകത്ത് കൂടുതൽ അമോണിയ ലയിച്ചുകൊണ്ടിരിക്കും. ഇനി അമോണിയ വെള്ളത്തിൽ ലയിക്കുമ്പോൾ പറ്റുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ അത് എക്സോതെർമിക് റിയാക്ഷൻ ആണ്, ടെമ്പറേച്ചർ പുറത്തേക്ക് വിടും. അപ്പൊ അത് കൂൾ ചെയ്യാൻ വേണ്ടി നമ്മളൊരു കൂളിംഗ് വാട്ടർ ചാനൽ നമ്മൾ ഈ കൂടെ വേറെ ഒരെണ്ണം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം കുറച്ച് കഴിയുമ്പോൾ സംഭവിക്കും, ഇതൊരു സ്ട്രോങ് അമോണിയ സൊല്യൂഷൻ ആയിട്ട് മാറും. സ്ട്രോങ് അമോണിയ സൊല്യൂഷൻ, നല്ല ഒരുപാട് അമോണിയുള്ള നല്ല ഹൈലി കോൺസെൻട്രേറ്റഡ് അമോണിയ സൊല്യൂഷൻ ആവും. ആ അമോണിയ കോൺസെൻട്രേറ്റ് സൊല്യൂഷനെ ഒരു പമ്പ് വഴി നമ്മൾ ജനറേറ്ററിലോട്ട് തട്ടും. ഇപ്പൊ ജനറേറ്ററിൽ ഇപ്പൊ എന്തുവാ കിടക്കുന്നത്? അമോണിയ പ്ലസ് വാട്ടർ സൊല്യൂഷൻ, നല്ല കോൺസെൻട്രേറ്റഡ് അമോണിയ പ്ലസ് വാട്ടർ സൊല്യൂഷൻ ആണ് ജനറേറ്ററിലോട്ട് വന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ അതിനെ ഹീറ്റ് ചെയ്യും. ഈ ബേണർ വെച്ചാൽ ആവണമെന്നില്ല, സ്റ്റീം വെച്ചോ പല രീതിയിൽ നമ്മൾ ഹീറ്റ് ചെയ്യും. ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഈ അമോണിയയും വാട്ടറും കൂടെ വേപ്പറായിട്ട് കൺവേർട്ട് ചെയ്യും. അമോണിയ പെട്ടെന്ന് വേപ്പറാവും, വാട്ടർ പിന്നെ വേപ്പറാവുള്ളൂ. എന്തായാലും അമോണിയ വേപ്പറും വാട്ടറിന്റെ വേപ്പറിന്റെ ഒരു അമോണിയ വാട്ടർ വേപ്പർ മിക്സ്ചർ ഈ ഒരു ജനറേറ്ററിന്റെ ടോപ്പ് ഭാഗത്ത് ഫോം ചെയ്യും. അനലൈസർ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇതിനകത്ത് അമോണിയ വേപ്പറിനെ മാത്രം, ഹൈ പ്രഷർ ആയിട്ടായിരിക്കും ഫോം ചെയ്യുന്നത്. അങ്ങനെയാണ് സിസ്റ്റം ഫോം ചെയ്യുന്നത്. ഈ ഒരു അമോണിയനെ മാത്രം, ഇതിനകത്തുണ്ടായ അമോണിയന്റെ വേപ്പറുകളെ മാത്രം ഇതിനെ പാസ് ചെയ്ത് ഇതിലോട്ട് കയറ്റി വിടും. അപ്പം ഹൈ പ്രഷർ അമോണിയ വേപ്പർ ഇങ്ങനെ പാസ് ചെയ്ത് പുറത്തോട്ട് വരും. വെള്ളത്തിനെ അല്ലെങ്കിൽ വാട്ടറിനെ ഈ ഒരു അനലൈസർ കയറ്റി വിടത്തില്ല. അപ്പം ആ വാട്ടർ തിരിച്ച് വീണ്ടും ഇങ്ങോട്ട് തന്നെ വരും. ആ വാട്ടർ പ്രഷർ റിഡക്ഷൻ വാൽവ് വഴി ഇങ്ങോട്ടേക്ക് വീണ് വീണ്ടും ഇതൊരു
എന്താ കോൺസെൻട്രേഷൻ കുറഞ്ഞ സൊല്യൂഷൻ ആയിട്ട് മാറും. അങ്ങനെ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് നടന്നുകൊണ്ടേയിരിക്കും. അതാണ് വേപ്പർ അബ്സോർപ്ഷൻ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ നടക്കുന്നത്. ഇതിനകത്ത് റെഫ്രിജറേറ്റർ ഉപയോഗിക്കുന്ന അമോണിയയാണ് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നീട് ഇവിടെ കംപ്രസറിന് പകരം ഒരു പമ്പായിട്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഹീറ്റ് എനർജി സപ്ലൈ ചെയ്യും. ആ രീതിയിലാണ് ഇരിക്കുന്നത്. ഇത് നമുക്ക് വേറെ ഇമ്പോർട്ടൻറ്റ് കാര്യം മനസ്സിലാക്കുള്ളത്, ഇതിന്റെ COP മാക്സിമം എന്ന് പറഞ്ഞാൽ COP കാർനോട്ട് ഇൻറ്റു എഫിഷ്യൻസി കാർനോട്ട് ആയിരിക്കും. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്, അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നെങ്കിൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും ഈ ഒരു ഇക്വേഷൻ വെച്ചാൽ. ഓക്കെ. പിന്നീട് നമുക്ക് അടുത്ത ഒരു റെഫ്രിജറേറ്റർ പഠിക്കാനുള്ളത് ഇലക്ട്രോ ലക്സ് റെഫ്രിജറേറ്റർ ആണ്. ഇവിടെ 3 ഫ്ലൂയിഡ്സ് അബ്സോർപ്ഷൻ സിസ്റ്റം ആണ് നടക്കുന്നത്. 3 ഫ്ലൂയിഡ്സ് എന്തൊക്കെയാണ്? അമോണിയ റെഫ്രിജറന്റ് ഓൾറെഡി ഉണ്ട്, വാട്ടർ അബ്സോർബർ ഓൾറെഡി ഉണ്ട്. പക്ഷേ ഇവിടെ ഹൈഡ്രജനും കൂടെ ആഡ് ചെയ്യും. ഹൈഡ്രജൻ ആക്ട് ആസ് എ കാറ്റലിസ്റ്റ് ടു ഇംപ്രൂവ് ദ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ്. അതുകൊണ്ട് തന്നെ ഹൈഡ്രജൻ ആഡ് ചെയ്ത് കാറ്റലിസ്റ്റ് ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പമ്പിന്റെയോ കംപ്രസറിന്റെയോ ആവശ്യമില്ല. ഇവിടെ നമുക്ക് പമ്പ് വേണമായിരുന്നു, ഇവിടെ പമ്പിനും വേണ്ട കംപ്രസറും വേണ്ട ഇലക്ട്രോലക്സ് റെഫ്രിജറേറ്ററിന്റെ കേസിൽ. അതാണ് അടുത്ത പോയിന്റ്. പിന്നീടുള്ളത് ഗ്യാസ് റെഫ്രിജറേഷൻ സൈക്കിൾ ആണ്. ഗ്യാസ് റെഫ്രിജറേഷൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? റിവേഴ്സ്ഡ് ബ്രൈറ്റൺ സൈക്കിൾ ആണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ നമ്മൾ ബ്രൈറ്റൺ സൈക്കിൾ പഠിച്ച കണക്ക് തന്നെയാണ്. അറ്റ്മോസ്ഫിയറിക് എയർ ഈ വഴി കയറുന്നുണ്ട്. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക? അറ്റ്മോസ്ഫിയർ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ആയിരിക്കുമല്ലോ. അറ്റ്മോസ്ഫിയറിക് എയർ എന്ന് പറഞ്ഞാൽ 1 എന്ന് പറയുന്ന ആ ഒരു പതുക്കെ കയറി. പിന്നെ നമ്മൾ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇത് നല്ലപോലെ നല്ലപോലെ വർക്ക് ഇൻപുട്ട് കൊടുത്ത് ഇതിനെ നമ്മൾ ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചറിൽ കയറ്റി നമ്മൾ ഇങ്ങോട്ടേക്ക് വിടും. ഇവിടെ നമ്മൾ ഹീറ്റ് സറൗണ്ടിങ്സിലേക്ക് നമ്മൾ കൊടുക്കും. ഓക്കെ. എന്നിട്ട് അത് എക്സ്പാൻഡ് ചെയ്ത് കൂൾ ചെയ്ത് നമുക്ക് വേണ്ടുന്ന കൂളിംഗ് ചെയ്യേണ്ട സ്ഥലത്തോട്ട് നമ്മൾ വിടും. അവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു കൂളിംഗ് ചെറിയൊരു തണുപ്പുള്ള അറ്റ്മോസ്ഫിയർ പ്രഷർ, ആ ഒരു തണുപ്പ് ഉള്ള എയർ നമ്മൾ ക്യാബിനിലോട്ട് എയർ വിട്ടതിന് ശേഷം ബാക്കി വരുന്ന കുറച്ച് വീണ്ടും തണുത്ത കുറച്ച് എയർ വരുമല്ലോ, തണുപ്പ് കുറഞ്ഞ എയർ, അതിന് നമ്മൾ അറ്റ്മോസ്ഫിയർ എയർ എന്ന് പറയുന്നത്. അത് നമ്മൾ വീണ്ടും കയറ്റി കംപ്രസർ വഴി വിട്ട് സറൗണ്ടിങ്സിൽ ഹീറ്റ് റിജക്ട് ചെയ്തിട്ട് വീണ്ടും നമ്മൾ തണുപ്പിച്ച് അങ്ങനെ ഒരു ലൂപ്പ് ഫോം ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, ഇത് ടെമ്പറേച്ചർ കൂൾ സ്പേസ്, ഇതാണ് ടെമ്പറേച്ചർ സറൗണ്ടിങ്സ് ആണ്. കൂൾ സ്പേസിൽ നിന്ന് നമ്മൾ ഹീറ്റ് എടുത്തതിന് ശേഷം അതിനെ നമ്മൾ പ്രഷറൈസ് ചെയ്ത് അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചർ ആക്കിയിട്ട് ആ ടെമ്പറേച്ചർ റൈസ് മൂലം ഉണ്ടാകുന്ന ആ ടെമ്പറേച്ചർ റൈസിനെ ടെമ്പറേച്ചർ സറൗണ്ടിങ്സിലേക്ക് നമ്മൾ റിജക്ട് ചെയ്ത് പിന്നെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് അങ്ങനെയാണ് ആ ഒരു പ്രോസസ് നടക്കുന്നത്. ഓക്കെ. അതാണ് ഗ്യാസ് റെഫ്രിജറേഷൻ സൈക്കിൾ. ഇതിനകത്ത് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ COP = 1 / RP raised to gamma - 1 / gamma - 1. ഇവിടെ RP ആണ്. ഓക്കെ. 1 / RP raised to gamma - 1 / gamma - 1. അതാണ് ഗ്യാസ് റെഫ്രിജറേഷൻ സൈക്കിളിൽ വരുന്ന ഇക്വേഷൻ. ഇനി ഫൈനലി നമ്മൾ അറിയേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്, നോമൻക്ലേച്ചർ ഓഫ് റെഫ്രിജറൻസ്. അപ്പോൾ അത് ഹാലോ കാർബൺസ്, ഇൻഓർഗാനിക് റെഫ്രിജറൻസ്, R400 സീരീസ്, R500 സീരീസ്, ഇത്രയാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഹാലോ കാർബൺസിനെ നമ്മൾ എഴുതുന്നത് RABC എന്നായിരിക്കും. ഈ എനെ ഒന്ന് ആഡ് ചെയ്യുക, സി നിന്ന് ഒന്ന് കുറയ്ക്കുക. സോറി എ നിന്ന് ഒന്ന് ആഡ് ചെയ്യുക, ബി നിന്ന് ഒന്ന് കുറയ്ക്കുക, സി അതുപോലെ എഴുതുക. അപ്പം A+1, B-1, സി അതുപോലെ എഴുതുക. അപ്പൊ A+1 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കാർബൺ സൂചിപ്പിക്കും, B-1 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഹൈഡ്രജനെ സൂചിപ്പിക്കും, സി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഫ്ലൂറിനെ സൂചിപ്പിക്കും, ബാക്കിയുള്ളത് ക്ലോറിനെ സൂചിപ്പിക്കും. അങ്ങനെയായിരിക്കും ഹാലോ കാർബൺസിന്റെ നോമൻക്ലേച്ചർ വരുന്നത്. A+1, B-1, C. A+1 നമ്പർ ഓഫ് കാർബൺ, B-1 നമ്പർ ഓഫ് ഹൈഡ്രജൻ, C നമ്പർ ഓഫ് ഫ്ലോറിൻ, ബാക്കിയുള്ളതെല്ലാം ക്ലോറിൻ. ഓക്കെ. ഇനി അത് ഒന്നാമത്തെ ഹാലോ കാർബൺസിന്റെ കാര്യം. പിന്നെ ഇനോർഗാനിക് റെഫ്രിജറൻസ് ഉണ്ട്. അതിനകത്ത് നമ്മൾ 7 വെച്ചായിരിക്കും ഇനോർഗാനിക് റെഫ്രിജറൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. അതിനുശേഷം മോളിക്കുലർ വെയിറ്റ് ആയിരിക്കും. ഉദാഹരണത്തിന് R717 എന്ന് പറഞ്ഞാൽ 7 എന്ന് പറയുമ്പോൾ തന്നെ അത് ഇനോർഗാനിക് എന്നറിയാം. പിന്നെ 17 ആണ് വരുന്നത്. 17 വരുന്നത് നൈട്രജൻ ആണ് അല്ലെ. അപ്പൊ നൈട്രജൻ NH3, നൈട്രജൻ H3. ആ രീതിയിലാണ് നമുക്ക് ഇനോർഗാനിക് റെഫ്രിജറൻസ് വരുന്നത്. അതിന്റെ നോമൻക്ലേച്ചർ അങ്ങനെയാണ് ഇരിക്കുന്നത്. പിന്നെ R400 സീരീസ് ഉണ്ട്, അത് സിയോട്രോപ്സ് ആണ്. R500 സീരീസ് ആണ്, അസിയോട്രോപ്സ് ആണ്. അത് നമുക്ക് MSQ ആയിട്ടോ MCQ ആയിട്ടോ ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത്രയാണ് റെഫ്രിജറൻസ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. IC എഞ്ചിന്റെ കംപ്ലീഷൻ നമ്മൾ ചെയ്ത്, റെഫ്രിജറേഷൻ നമ്മൾ പഠിച്ച്, ഇനി നമുക്കുള്ളത് സൈക്രോമെട്രിയും കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. താങ്ക് യു.